അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം നമ്മൾ റമദാന് മുമ്പ് നമ്മൾ പോസ് ചെയ്ത് വെച്ചത് മദീനൻ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ ചെയ്തെത്തിയ ഉടനെ തന്നെ അവിടെ മസ്ജിദ് നബവിയുടെ നിർമ്മാണം, അതേപോലെ തന്നെ ആ പള്ളിയോട് ചേർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി രണ്ട് ഭവനങ്ങളും റസൂലുള്ളാഹി നിർമ്മിച്ചിരുന്നു. അതേപോലെ തന്നെ പിന്നീട് മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ഇടയിൽ അവർക്കിടയിൽ ആ സാഹോദര്യ ബന്ധം ആഹ ചേർത്തു. ശേഷം ആ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൽ ബാക്കി വരുന്ന മുസ്ലിങ്ങളല്ലാത്ത ഇതര ജൂതന്മാരെയും അതേപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളെയെല്ലാം അവർക്ക് അവകാശങ്ങളെല്ലാം നൽകിക്കൊണ്ട് അവരെയെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ആ മദീനയുടെ ഭരണഘടന വസീഖത്തുൽ മദീന അത് നിർമ്മിക്കുകയുണ്ടായ അതിൻ്റെ ആ വിശദ വിവരങ്ങളായിരുന്നു അവസാനത്തെ ഭാഗത്ത് 50-ാമത്തെ ഭാഗത്ത് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തത്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സന്ദർഭത്തിൽ പിന്നീട് ആ ഹിജറയ്ക്ക് ശേഷം ഹിജറ 1-ാം വർഷം റസൂലുള്ളാഹിൻ്റെ വ്യക്തി ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഹിജറ 1-ാം വർഷം ശവ്വാൽ മാസം, അതായത് 10-ാമത്തെ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാണ്. നേരത്തെ ആ 2 വീടുകൾ നിർമ്മിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. അവർ നേരത്തെ തന്നെ അവർ തമ്മിലുള്ള ആ നിക്കാഹ് നേരത്തെ തന്നെ മക്കി കാലഘട്ടത്തിൽ തന്നെ കഴിഞ്ഞിരുന്നു. ഒന്നിച്ച് താമസം ആരംഭിക്കുന്നത് അൽ ബിനാ ബിഹ, അതായത് ഒന്നിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോടൊപ്പം താമസം ആരംഭിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിലാണ്, ഹിജറ 1-ാം വർഷം ശവ്വാൽ മാസത്തിൽ. അപ്പം നിക്കാഹ് നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു. അപ്പോൾ മക്കൻ സീറയിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് പറഞ്ഞതിന് ശേഷം ആ നിക്കാഹ് കഴിഞ്ഞു എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. അവിടെ ബോധപൂർവം തന്നെ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിരുന്നില്ല. ആ ഒരു ഭാഗം ഈ ഒരു സന്ദർഭത്തിലേക്ക് മാറ്റിവെച്ചതായിരുന്നു. കാരണം ഇതൊരൽപ്പം വിശദമായിട്ട് ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം കിട്ടാൻ വേണ്ടി നമ്മൾ ഒരൽപ്പം ബാക്കിലേക്ക് റിവൈൻഡ് ചെയ്ത് മക്കൻ സീറയുടെ അവസാന ഭാഗത്തേക്ക്, അതായത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷമുള്ള ആ ഒരു സന്ദർഭത്തിലേക്ക് തന്നെ നമ്മളൊന്ന് തിരിച്ചു നടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് സംഭവിച്ച ആ ഒരു സന്ദർഭത്തിൽ അങ്ങേയറ്റം റസൂലുള്ളാഹി വിഷമിച്ചിരിക്കുകയാണ്. ആമുൽ ഹുസ്ൻ, നമ്മളൊരു ഭാഗം വിശദമായിട്ട് അതിനെ സംബന്ധിച്ച് സംസാരിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം വിഷമിക്കുകയാണ്. വീട്ടിൽ റസൂലുള്ളാഹിൻ്റെ 2 മക്കളുണ്ട് നേരത്തെ, അതായത് 4 പെൺമക്കളിൽ അതായത് സൈനബ് റളിയല്ലാഹു അൻഹ നേരത്തെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹയെ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അബുൽ ആസ് ബിൻ റബീഅ അവരുമായിട്ടുള്ള വിവാഹം നടന്നു. അതേപോലെ തന്നെ മറ്റൊരു പെൺമകളായിരുന്ന റുഖയ്യ റളിയല്ലാഹു അൻഹ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുമായിട്ടുള്ള വിവാഹം നേരത്തെ കഴിഞ്ഞു. അവർ ആദ്യത്തിൽ അബസീനയിലേക്കുള്ള അവരുടെ പാലായനം അതെല്ലാം വിശദീകരിച്ചിരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ, അതായത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആ വഫാത്തിന് ശേഷം പിന്നീട് റസൂലുള്ളാഹിൻ്റെ കൂടെ വീട്ടിൽ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ അതേപോലെ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഈ 2 ആളുകൾ വീട്ടിലുണ്ട്. ആ 2 പെൺമക്കളായിട്ട് റസൂലുള്ളാഹി വീട്ടിൽ അങ്ങേയറ്റം ദുഃഖത്തോടു കൂടെ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിൽ വിവാഹ കാര്യത്തിലും മറ്റുമെല്ലാം മറ്റുള്ള ആളുകൾക്ക് വിവാഹവുമെല്ലാം ഏർപ്പാടാക്കി കൊടുക്കുന്ന ഒരു സ്ത്രീ ഹൗല റളിയല്ലാഹു അൻഹ, അതായത് ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ റസൂലുള്ളാഹിനെ സമീപിക്കുകയാണ്. ശേഷം അവർ റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്, പ്രവാചകർ എത്ര കാലം എന്ന് വെച്ചിട്ടാണ് ഈ രൂപത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുക, നിങ്ങൾക്ക് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടാ. അതിനുശേഷം ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, ആരാണ്, നിൻ്റെ കയ്യിൽ വല്ല ഓപ്ഷനും ഉണ്ടോ? ആ സന്ദർഭത്തിൽ ഹൗല പറയുന്നുണ്ട്, നിങ്ങൾക്കായിട്ട് 2 ആളുകൾ അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമതായിട്ട് വിധവയായിരുന്ന, അതായത് ഒരുപാട് പ്രായമുള്ള സൗദ റളിയല്ലാഹു അൻഹയാണ് അവർ ഒന്നാമതായിട്ട് മുന്നോട്ട് വെച്ച സ്ത്രീ. അതോടൊപ്പം 2ാമതായിട്ട് അവർ പറഞ്ഞു വിധവയായിട്ട് സൗദ റളിയല്ലാഹു അൻഹയും കന്യകയായിട്ട് മറ്റൊരു സ്ത്രീയെയും അവർ റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ സജസ്റ്റ് ചെയ്യാണ്. അത് റസൂൽ ചോദിച്ചു, ആരാണ് കന്യകയായിട്ടുള്ളത്, ആരാണ്? അപ്പോൾ അവർ പറഞ്ഞു ബിൻതി അഹബ്ബി ഖൽഖില്ല, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽ താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയുടെ, അതായത് താങ്കളുടെ ഒറ്റ മിത്രത്തിൻ്റെ മകളായ ആയിഷ ബിൻതി അബൂബക്കർ റളിയല്ലാഹു അൻഹ, അതാണ് കന്യകയായിട്ട് ഈ ഹൗല റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ സജസ്റ്റ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപക്ഷേ
ആ പേര് കേട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി ചെറുതായിട്ട് ഞെട്ടിക്കാണുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരല്പം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നം സ്വഹീഹ് ബുഖാരി തന്നെ വായിക്കാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹയോട് പിൻകാലത്ത് റസൂലുള്ളാഹി സ്വപ്നത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയാണ് ആ ഹദീസ് ഉദ്ധരിക്കുന്ന. അവർ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് സ്വപ്നത്തിൽ ഒരു പട്ടുതുണിയിൽ പൊതിഞ്ഞ എന്തോ ഒന്ന് കാണിക്കപ്പെട്ടു. ശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിനോട് ആ സ്വപ്നത്തിൽ പറഞ്ഞു, ഹാദിഹി ഇംറഅതുക ഫക്ഷിഫ് അൻഹ, ഇതാണ് താങ്കൾക്ക് ലഭിക്കാനിരിക്കുന്ന താങ്കളുടെ ഭാര്യ, ഈ ലോകത്തും പരലോകത്തും താങ്കളുടെ ഭാര്യയാകാൻ പോകുന്ന സ്ത്രീയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുഖത്തേക്ക് നോക്കിയ സന്ദർഭത്തിൽ, സ്വപ്നത്തിൽ നോക്കിയ സന്ദർഭത്തിൽ ഫഇദാ ഹിയ അൻതി, റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു അൻഹയോട് പിൻകാലത്ത് പറയാണ്, നോക്കിയ സന്ദർഭത്തിൽ ഓ ആയിഷ അത് നീയായിരുന്നു. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ നിന്ന് നെട്ടി എഴുന്നേറ്റു. റസൂലുള്ളാഹി സ്വപ്നത്തിൽ എഴുന്നേറ്റ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സ്വപ്നം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സാക്ഷാത്കരിക്കപ്പെടും, അതായത് ആ സ്വപ്നം സത്യമാവും. അത് മാത്രമല്ല, നമുക്കറിയാം പ്രവാചകന്മാരുടെ സ്വപ്നം എന്നുള്ളത് അത് സത്യമാണ്. സ്വപ്നത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പനകൾ നൽകാറുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ആ മകനെ അറുക്കാനുള്ള കൽപ്പനയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നത്തിലൂടെയാണ് നിർദ്ദേശം നൽകിയത്. ഒന്നാമത്തെ പോയിന്റ് മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള നിർദ്ദേശമായിരുന്നു യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യണം എന്നുള്ളത്. അത് റസൂലുള്ളാഹിൻ്റെ തീരുമാനമായിരുന്നില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയായിരുന്നു. അതാണ് സ്വപ്നം കാണിച്ചു തരുന്നത്. നേരത്തെ ഇനിയും വരാനിരിക്കുന്ന സൈനബ് റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം, അതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയായിരുന്നു, പരിശുദ്ധ ഖുർആനിലൂടെയുള്ള കൽപ്പന. ഇൻഷാ അല്ലാഹ് അതിലേക്ക് പിന്നീട് നമ്മൾ വരും. ആയിഷ റളിയല്ലാഹു അൻഹ, ഈ ഒരു പോയിന്റ് പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. ഹൗല ആയിഷ റളിയല്ലാഹു അൻഹ, കന്യകയായിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് സജസ്റ്റ് ചെയ്യാണ്, ആ ഒരു സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായം 6 വയസ്സാണ്. 6 വയസ്സും ചില്ലറ മാസങ്ങൾ, അതായത് 7 വയസ്സിനോടടുത്ത് 6 വയസ്സായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായം. അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പ്രായത്തെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ഈ ഒരു പ്രഭാഷണത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ അതിനെ സംബന്ധിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യും. അത് പ്രധാനപ്പെട്ട ഒരു വിമർശന വിഷയമാണ്, അതിലേക്ക് നമ്മൾ പിന്നീട് കടന്നു വരും. ഒന്നാമതായിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഒരു സജഷൻ റസൂലുള്ളാഹിൻ്റെ മുന്നിൽ വെക്കുന്നത് ഹൗലയാണ്. അവർ ഇതേ രൂപത്തിൽ നിരവധി വിവാഹങ്ങൾ ആ സമൂഹത്തിൽ നടത്തി കൊടുക്കുന്നുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് ആ വിവാഹം ആലോചിക്കുക, ആ ഒരു പ്രയാസം, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചൊന്നും അവർ യാതൊന്നും പറയുന്നില്ല. കാരണം അതായിരുന്നു അന്നത്തെ രീതി എന്നുള്ളത്, അല്ലെങ്കിൽ ആ സമൂഹത്തിൽ ആ രൂപത്തിലായിരുന്നു വിവാഹം നേരത്തെ തന്നെ ഫിക്സ് ചെയ്യുക എന്നുള്ളത് ആ സമൂഹത്തിൻ്റെ രീതിയാണ്. അതുകൊണ്ടാണ് അവർ റസൂലുള്ളാഹിൻ്റെ മുന്നിലേക്ക് ആ ഒരു സജഷൻ മുന്നോട്ട് വെച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സമ്മതം മൂളി. ആ സന്ദർഭത്തിൽ ഹൗല ആദ്യമായിട്ട് സൗദ റളിയല്ലാഹു അൻഹയെ സമീപിച്ച് അവരുടെ വീട്ടിലേക്ക് പോയി. സൗദ ബിൻത്ത് ജംഅ റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടുകാരായിട്ട്, അല്ലെങ്കിൽ അവരുടെ പിതാവായിട്ടെല്ലാം സംസാരിച്ച് അവർ 100% അതിന് സമ്മതമായിരുന്നു. അവർ അങ്ങേയറ്റം സന്തോഷിച്ചു. ശേഷം അവർ രണ്ടാമതായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് പോവാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ആ സന്ദർഭത്തിൽ ഉമ്മി റുമാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാതാവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ വീട്ടിലേക്ക് കടന്നിട്ട് പറഞ്ഞു, ഓ നിങ്ങളെ ഒരു വലിയ സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തിയിരിക്കുന്നു, വലിയൊരു ഭാഗ്യം നിങ്ങളെ തേടിയെത്തിയിരിക്കണം. അപ്പോൾ ഉമ്മി റുമാൻ റളിയല്ലാഹു അൻഹ അവർ ചോദിച്ചു എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ മകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം അന്വേഷിക്കുന്നുണ്ട്. അത് കേട്ട ഉടനെ തന്നെ മാതാവ്, നിങ്ങളെന്താണ് പറയുന്നത്? എൻ്റെ ഈ ഒരു ചെറിയ മകൾ ഈ ഒരു പ്രായത്തിൽ വിവാഹം അന്വേഷിക്കുക, ആ രൂപത്തിലൊന്നുമല്ല മാതാവ് പറയുന്നത്. അവർ അങ്ങേയറ്റം സന്തോഷിച്ചു. അത് മാത്രമല്ല, അവർ പറഞ്ഞു അവളുടെ ഉപ്പ, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തോ ആവശ്യത്തിന് പുറത്തു പോയതായിരുന്നു. അപ്പോൾ അവർ വരട്ടെ, അവർ വന്നതിന് ശേഷം അതിനെ സംബന്ധിച്ച് പറയാമെന്ന് പറഞ്ഞ് അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാത്തിരിക്കുകയാണ്. ഒരല്പസമയത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നു. അപ്പോൾ ആ സന്ദർഭത്തിൽ ഹൗല റളിയല്ലാഹു അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കാര്യം പറഞ്ഞു. അത് കേട്ട സന്ദർഭത്തിൽ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എൻ്റെ മോളെ ഈ ഒരു പ്രായത്തിൽ ആ രൂപത്തിലൊന്നുമല്ല പ്രതികരിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ആ ഒരു വാർത്ത കേട്ട സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ആ റസൂലുള്ളാഹിൻ്റെ ആ താല്പര്യം കേട്ട സന്ദർഭത്തിൽ അദ്ദേഹം മതിമറന്ന് സന്തോഷിക്കുകയാണ്. കാരണം അതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം എന്തുണ്ട്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് കേട്ട ഉടനെ ആദ്യമായിട്ട് പറഞ്ഞത്, സ്വഹീഹ് ബുഖാരി വായിക്കാൻ സാധിക്കും, ആദ്യമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു ആശങ്കയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണ് അത് നടക്കൂ? അതായത് ഇന്നമ അൻ അഖൂഖ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരനല്ലേ? ഒരു സഹോദരൻ്റെ മകളെ എങ്ങനെയാണ് വിവാഹം ചെയ്യാൻ സാധിക്കുക? അത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സന്ദർഭത്തിലുണ്ടായ സംശയം.
കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാറുണ്ടായിരുന്നു, അൻത അഖീ ഫിൽ ഇസ്ലാം, നീ ഇസ്ലാമിൽ എൻ്റെ സഹോദരനാണെന്ന് റസൂലുള്ളാഹി പല സന്ദർഭത്തിലും പറയാറുണ്ടായിരുന്നു. അപ്പോൾ സഹോദരൻ്റെ മകളെ വിവാഹം ചെയ്യൽ നിഷിദ്ധമല്ലേ? അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സംശയം. ഹൗല റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാനത് റസൂലുള്ളാഹിനോട് ചോദിക്കാമെന്ന് പറഞ്ഞ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തിരിച്ചു പോവാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അങ്ങേയറ്റം സന്തോഷമായി. പക്ഷേ അതേ സന്ദർഭത്തിൽ അദ്ദേഹത്തെ അലട്ടിയ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ, ആയിഷ റളിയല്ലാഹു അൻഹയെ നേരത്തെ തന്നെ മറ്റൊരാൾക്ക് നൽകാമെന്ന് പറഞ്ഞൊരു വാക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറ്റൊരാൾക്ക് നൽകിയിരുന്നു. അതാരാണെന്ന് വെച്ചാൽ ജുബൈർ ബിൻ മുത്ഇമിൻ്റെ മകനുമായിട്ട് നേരത്തെ തന്നെ അവർ ആ വിവാഹം പറഞ്ഞു വെച്ചിരുന്നു. അപ്പം അതുതന്നെ വളരെ കൃത്യമായിട്ട് കാണിച്ചിരുന്ന മറ്റൊരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു കാര്യം നേരത്തെ പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു താല്പര്യം കാണിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂചന അവർക്ക് ഈ ഒരു വിഷയത്തിൽ നൽകിയിട്ട് പോലും ഉണ്ടായിരുന്നെങ്കിൽ അവർ 100 അല്ല 101% അവരുടെ മകളെ റസൂലുള്ളാഹിക്ക് നൽകാൻ അവരെല്ലാ അർത്ഥത്തിലും അത്രയേറെ അവർ താല്പര്യപ്പെട്ടിരുന്നു. പക്ഷേ റസൂലുള്ളാഹി അതിനെ സംബന്ധിച്ച് ഒരു അക്ഷരം മിണ്ടിയിരുന്നില്ല. കാരണം ആ ഒരു വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സ്വപ്നത്തിലൂടെയാണ് ആ ഒരു വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നത് തന്നെ. അതുമാത്രമല്ല, മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു വിവാഹാലോചന നടത്തുന്നതിന് മുമ്പ് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹകാര്യം അത് നേരത്തെ തന്നെ അവർ മറ്റൊരാളുമായിട്ട് അവർ കൂടി ആലോചിച്ചിരുന്നു. അത് തന്നെ വളരെ വ്യക്തമായിട്ട് കാണിച്ചിരുന്നൊരു കാര്യം ആ സമൂഹത്തിൻ്റെ ഒരു രീതിയാണ്. അതായത് അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ ആ വിവാഹം പറഞ്ഞു വെക്കുക, അത് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിരുന്നു. അത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള ആ വിവാഹം നടന്നിട്ടില്ലായിരുന്നെങ്കിൽ, സങ്കല്പിക്കുക, അത് നടക്കണം എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്. അതേ സന്ദർഭത്തിൽ തന്നെ ജുബൈർ ബിൻ മുത്ഇമുമായിട്ട് ആ വിവാഹം നടക്കുമായിരുന്നു. അതായത് നേരത്തെ തന്നെ പറഞ്ഞു വെക്കുക, അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിൽ ആ ഒരു രീതിയായിരുന്നു ആ ഒരു സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാക്കുകളുടെ കാര്യത്തിൽ അങ്ങേയറ്റം കണിശത പുലർത്തുന്ന വ്യക്തി കൂടെയാണ്. അപ്പോൾ നേരത്തെ തന്നെ ഈ രൂപത്തിലൊരു വാക്ക് പറഞ്ഞുപോയി. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജുബൈർ ബിൻ മുത്ഇമിൻ്റെ വീട്ടിലേക്ക് പോവാണ്, ആ വിവാഹകാര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി. പിന്നെ വീട്ടിൽ പ്രവേശിച്ചു. ആ സന്ദർഭത്തിൽ ജുബൈർ ബിൻ മുത്ഇമിൻ്റെ ഭാര്യ അവിടെയുണ്ട്. അപ്പോൾ ഭാര്യ വളരെ വളരെ പരിചയമായിട്ടാണ് അവർ പെരുമാറുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, വളരെ മോശമായിട്ട് അവർ പറഞ്ഞ കാര്യം ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മുസ്നദിലെ ഹദീസ് കാണാൻ സാധിക്കും. അവർ പറഞ്ഞു, നിങ്ങളായിട്ടുള്ള വിവാഹം നടത്താൻ ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം നിങ്ങളുടെ മകള് അവളൊരു പുതിയ മതം സ്വീകരിച്ചിട്ടുണ്ട്. അവൾ ആ മതമായിട്ട് വീട്ടിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ മകനെയും അവർ മതം മാറ്റും. അതായത് അതൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്ന് ജുബൈർ ബിൻ മുത്ഇമിൻ്റെ ഭാര്യ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. ആ ഭാര്യയുടെ ആ കമൻറ്റും കേട്ട് ജുബൈർ ബിൻ മുത്ഇം അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹവും ഭാര്യയുടെ ആ കമൻറ്റ് ശരിവെക്കുകയാണ്. അതായത് നേരത്തെ വാക്കെല്ലാം തന്നിട്ടുണ്ട്, പക്ഷേ ഈ ഒരു സമയത്ത് ഞങ്ങൾക്കതിന് താല്പര്യമില്ലെന്ന് അവരുടെ ആ താല്പര്യമില്ലായ്മ അവർ വാക്കുകളിലൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് തുറന്നു പറയാണ്. ഒരർത്ഥത്തിൽ അത് കേട്ട സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്രത്തോളം സന്തോഷിച്ച് കാണണം. കാരണം അതുതന്നെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സുകൊണ്ട് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നത്. അത് സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനമാണ്, അത് നടക്കുക ചെയ്യും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർക്കതിൽ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിയ സന്ദർഭത്തിൽ വളരെ വിഷമത്തോടെ എന്നുള്ള ഭാവത്തിൽ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അകത്ത് അങ്ങേയറ്റം സന്തോഷമാണ്. കാരണം ഇത് തന്നെയാണ് അദ്ദേഹത്തിന് ആവശ്യമുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വളരെ സന്തോഷത്തോടു കൂടെ വീട്ടിലേക്ക് തിരിച്ചു നടക്കുകയാണ്. അപ്പുറത്ത് മറുവശത്ത് ഹൗല റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ സമീപിച്ചുകൊണ്ട് കാര്യം പറഞ്ഞു. അതായത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവിനോട്, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ കാര്യം പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഉന്നയിക്കുന്നൊരു സംശയം, എങ്ങനെയാണ് സഹോദരിയുടെ മകളെ വിവാഹം കഴിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സ്വഹീൽ ബുഖാരി ഉദ്ധരണി കാണാൻ സാധിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, അൻത അഖീ ഫി ദീനില്ലാ വ കിതാബിഹി വഹിയ ലി ഹലാൽ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അദ്ദേഹം എനിക്ക് സഹോദരനാണ് എന്ന് വെച്ച് അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം കഴിക്കൽ എനിക്ക് അനുവദനീയമാണ്. മകളൊരിക്കലും എനിക്ക് നിഷിദ്ധാകുന്നില്ല. ദീനിലൊരാൾ പരസ്പരം, അതായത് ആ ഉഖ്വത്തുൽ ഇസ്ലാമിലുള്ള ഉഖ്വത്ത്, അതൊരിക്കലും പരസ്പരം വിവാഹം കഴിക്കാൻ തടസ്സമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ മുസ്ലിങ്ങൾ പരസ്പരം വിവാഹം കഴിക്കാൻ സാധിക്കില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹോദരനാണെന്നുള്ളതിൻ്റെ അർത്ഥം അവരുടെ മകൾ എനിക്ക് നിഷിദ്ധായിട്ട് മാറുന്നില്ല എന്നുള്ള. ഹൗല റളിയല്ലാഹു അൻഹ അവർ സന്തോഷത്തോടു കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വന്ന് കാര്യം പറഞ്ഞു. അങ്ങനെ അവർ ആ വിവാഹം ഉറപ്പിക്കുക.
അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം ഏകദേശം ഹിജ്റയുടെ ഒരു 3 വർഷം മുമ്പ് ഒരു ശവ്വാൽ മാസത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള നിക്കാഹ് അവിടെ മക്കയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായം 6 വയസ്സാണ്. 6 വയസ്സും കേവലം മാസങ്ങളും. നിക്കാഹ് അവിടെ നടന്നു. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിൻ്റെ കൂടെ ജീവിക്കുന്നില്ല. വീണ്ടും ആയിഷ റളിയല്ലാഹു അൻഹ പഴയ പോലെ തന്നെ മാതാപിതാക്കളോടൊപ്പം 3 വർഷത്തോളം മക്കയിൽ താമസിച്ചു. ശേഷം ഹിജ്റയ്ക്ക് ശേഷം മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ഓർക്കേണ്ടത്, ഹിജ്റയുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം ആയിഷ റളിയല്ലാഹു അൻഹയാണ് നമുക്ക് ഹദീസുകളിലൂടെ നൽകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ ആ ഒരു വാർത്ത അറിയിക്കാൻ വന്നതും ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞതും ശേഷം അവരാ ഹിജ്റയുടെ യാത്ര അർദ്ധരാത്രി പുറപ്പെടുന്ന സംഭവങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ഓർക്കുന്നുണ്ടാകും. അപ്പം അവർ മദീനയിലെത്തിയതിന് ശേഷം വീണ്ടും ഏകദേശം ഒരു വർഷത്തോടടുത്ത സന്ദർഭത്തിൽ വീണ്ടും ഒരു ശവ്വാൽ മാസമായ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ 9 വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് അന്നത്തെ ഒരു മാനദണ്ഡം അനുസരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹക്ക് പ്രായപൂർത്തി എത്തിയ സന്ദർഭത്തിൽ, പ്രായപൂർത്തി അറിയിച്ച ആ ഒരു സന്ദർഭത്തിൽ ഒരു ശവ്വാൽ മാസത്തിൽ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ സമീപിച്ച് അവർ പ്രത്യേക അടിപടി ഇടുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇങ്ങോട്ട് വന്ന് പറയാണ്, ഓ പ്രവാചകൻ, എൻ്റെ മകളെ ഇനി താങ്കളുടെ കൂടെ താമസിപ്പിച്ചുകൂടെ? അതായത് ആ പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ശവ്വാൽ മാസം 9ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ 9ാമത്തെ വയസ്സിലായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട്. സ്വഹീൽ ബുഖാരി തന്നെ കടന്നു വരുന്ന ഹദീസിൽ അന യൗമ ഇദിൻ ബിൻതു 9 സിനീൻ, ആയിഷ റളിയല്ലാഹു യാതൊരു സംശയത്തിനിടയില്ലാതെ പറയുന്നുണ്ട്, എന്നെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ദിനം അന്ന് എനിക്ക് 9 വയസ്സായിരുന്നു. അങ്ങനെ വിവാഹ ദിനത്തിൽ, അതായത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ആ ഒരു ദിനത്തിൽ അന്ന് നടന്ന സംഭവങ്ങളും മുസ്നദിൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആ ഉദ്ധരണിയിൽ കാണാൻ സാധിക്കും, ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചു കൊണ്ടുവന്ന് അൻസാരി സ്ത്രീകൾ ആയിഷ റളിയല്ലാഹു അൻഹയെ മണവാട്ടി അവർ അണിയിച്ചൊരുക്കി. അതിനുശേഷം അവിടെ വന്ന ആളുകളെല്ലാം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ആശംസകൾ നേർന്ന് കയ്യിലൊരു ഗ്ലാസ് പാല് നൽകിയിട്ട് അത് റസൂലുള്ളാഹിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി അവർ കൽപ്പിച്ചു. ആ പാല് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു അവർക്ക് സമ്മാനമായിട്ട് നൽകിയത് ആയിരുന്നു എന്നെല്ലാം ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ റളിയല്ലാഹു അൻഹ ആ ഒരു ഗ്ലാസ് പാല് നൽകി. റസൂലുള്ളാഹി ഒരല്പം കുടിച്ചിട്ട് ബാക്കി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് തിരിച്ചു നൽകിയ സന്ദർഭത്തിൽ അവർ നാണം കാരണം അവരത് കുടിച്ചില്ല. ആ സന്ദർഭത്തിൽ അവരുടെ പിറകിൽ നിന്നും അസ്മാ ബിൻത്ത് യസീദ് റളിയല്ലാഹു അൻഹ, അൻസാരി സ്ത്രീയായിരുന്ന അസ്മാ ബിൻത്ത് സ്വഹാബിയാണ്, അവർ ആയിഷ റളിയല്ലാഹു അൻഹ പിറകിൽ നിന്ന് തോണ്ടിയിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി തരുന്ന ആ സമ്മാനം നീ നിരസിക്കാൻ പാടില്ല, അത് വാങ്ങി കുടിക്കുന്ന അവർ ഉപദേശിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ അവരല്പം കുടിച്ചു. ആ നാണം കാരണം ആ പാത്രം എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാക്കി പാൽ അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള സ്ത്രീകൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി കൽപ്പിച്ചു. അപ്പോൾ അവർ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഓ പ്രവാചകർ, ഞങ്ങൾക്ക് വിശപ്പില്ല. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ കള്ളം പറയാതെ, അതായത് നിങ്ങൾക്ക് വിശപ്പുണ്ടെന്ന് എനിക്കറിയാം, ആ ബാക്കി പാല് കുടിക്കാൻ വേണ്ടി റസൂലുള്ളാഹി അവരോട് കൽപ്പിക്കുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും ആ പാല് കുടിച്ചു എന്നുള്ളതാണ്. അതുമാത്രമായിരുന്നു അന്നത്തെ ദിവസം അവർ ഒരുക്കിയ സദ്യ. വിപുലമായിട്ടുള്ള ഒരു സദ്യയും മറ്റും ഒരുക്കാനുള്ളൊരു സാമ്പത്തിക ശേഷി ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഹിജ്റ ചെയ്ത് വന്ന ഉടനെയാണ്, സാമ്പത്തികമായിട്ടുള്ളൊരു പ്രതിസന്ധിയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മഹറായിട്ട് 400 ദിർഹം നൽകിയെന്നാണ് സീറത്ത് ഇബ്നു ഇസ്ഹാഖിൽ വായിക്കാൻ സാധിക്കും. അതേ സന്ദർഭത്തിൽ ഇമാം അഹ്മദിൻ്റെ മുസ്നദിൽ 500 ദിർഹം എന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ഉദ്ധരണികൾ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും വളരെ ലളിതമായിട്ടുള്ള രൂപത്തിലാണ് ആ ഒരു വിവാഹം അവിടെ അരങ്ങേറിയത്. അപ്പോൾ ഇതാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രം. ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളൊരല്പം കൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഈ ഒരു ആധുനിക കാലത്ത്, അടിവരയിടുക ഒരു പദം, ആധുനിക കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ വിവരമില്ലാത്ത അല്ലെങ്കിൽ ചരിത്ര അവബോധമില്ലാത്ത ചില വിമർശകർ, ക്രൈസ്തവ മിഷനറിമാരായിട്ടുള്ള ആളുകളും അതേപോലെ തന്നെ പ്രധാനമായിട്ട് ഭൗതികവാദികളായിട്ടുള്ള ആളുകളെല്ലാം പ്രധാനമായിട്ട് അവർ ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങളിൽ ഒന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം. പ്രധാനമായിട്ട് ആ വിവാഹ പ്രായമായിട്ട് ബന്ധപ്പെട്ട ആ വിമർശനം പലപ്പോഴും നമ്മൾ ഉന്നയിച്ച് കേൾക്കാറുണ്ട്. അപ്പം അത്തരം വിമർശനങ്ങൾ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കുന്നതല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ സീറ ഇതേ രൂപത്തിലുള്ള വിമർശനങ്ങൾ സഹിതം അതടക്കം കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മളിവിടെ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഉദ്ദേശം ഇത്തരക്കാരായിട്ടുള്ള വിമർശകർക്ക് മറുപടി നൽകലല്ല നമ്മുടെ ഉദ്ദേശം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മൾ എത്ര തന്നെ മറുപടി നൽകിയാലും
അവർക്ക് തൃപ്തിയാകാൻ പോകുന്നില്ല. ഇനി തൃപ്തിയായാലും അവർ അടുത്ത വിമർശനമായിട്ട് അവർ കടന്നു വരും. നമ്മളിവിടെ ഇത് വിശദീകരിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ പടർത്തിയിട്ടുള്ള ആ വൈറസ് അല്ലെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണ നിഷ്കളങ്കരായിട്ടുള്ള ഈമാനുള്ള ചില മുസ്ലിങ്ങളിലേക്കും അത് കടന്നു വന്നിട്ടുണ്ട്. ആ ഒരു ഇൻഫെക്ഷൻ അവരിലേക്കും പകർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും നല്ല തെളിവാണ് ചില ആളുകൾ, മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ തന്നെ അതായത് അതിനെ തന്നെ അത് മുഴുവൻ അവർ മാറ്റി വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങൾ പോലും ഇസ്ലാമിക ലോകത്ത് ചില ആളുകൾ നടത്തി എന്നുള്ളതാണ്. അവർ ആ രൂപത്തിൽ മാറ്റി വ്യാഖ്യാനിക്കാൻ അവർ ശ്രമിച്ചതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം നല്ലതായിരുന്നു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശകരിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യത്തിന് വേണ്ടി അവർ സ്വീകരിച്ച മാർഗം വളരെ തെറ്റായിട്ടുള്ള മാർഗമാണ്. അതായത് വളരെ ആധികാരികമായിട്ടുള്ള ഉദ്ധരണികളെപ്പോലും നിഷേധിച്ചുകൊണ്ടാണ് അവർ അതിന് മെനക്കെടാറുള്ളത്. അതായത് ചരിത്രത്തെ തന്നെ ഹിസ്റ്റോറിക്കൽ റിവിഷനിസം എന്ന് പറയുന്നത്, അതായത് ചരിത്രത്തെ തന്നെ മൊത്തത്തിൽ മാറ്റി വ്യാഖ്യാനിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന പ്രായം 9 അല്ല, മറിച്ച് 15 അല്ലെങ്കിൽ 18 ആയിരുന്നെന്നെല്ലാം അവർ പറഞ്ഞ് അതിനെ നീട്ടി വലിച്ച് വ്യാഖ്യാനിച്ച് ഒപ്പിക്കാറുണ്ട്. അത്തരം ആളുകളോട് പറയാനുള്ളത്, ഒന്നാമതായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ അവരുടെ യാതൊരു സംശയത്തിനും ഇടയില്ലാതെ അവരുടെ വയസ്സിനെ സംബന്ധിച്ച് പറയുന്ന ഉദ്ധരണി അത് സ്വഹീൽ ബുഖാരിയിലാണ് കടന്നു വരുന്നത്. സ്വഹീൽ ബുഖാരിയുടെ പ്രാമാണികത പറഞ്ഞു തരേണ്ടതില്ല. മുസ്ലിം ലോകം പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാമാണിക ഗ്രന്ഥമായിട്ട് ഗണിക്കപ്പെടുന്ന സ്വഹീൽ ബുഖാരിയിലാണ് ഉദ്ധരണി ഉള്ളത്. പിന്നീട് അത്തരക്കാരായിട്ടുള്ള ആളുകൾ ആ ഉദ്ധരണി നൽകിയ ഹിഷാം ഇബ്നു ഉർവ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഹിഷാം ഇബ്നു ഉർവ റാവിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില സംശയങ്ങൾ, ചില തെറ്റിദ്ധാരണകൾ അവർ പറയാറുണ്ട്. അത്തരം ആളുകളോട് പറയാനുള്ളത്, ഈ ഒരു ഉദ്ധരണി ഹിഷാം ഇബ്നു ഉർവയിൽ നിന്ന് മാത്രമല്ല, ഇതേ ഹദീസ് നിരവധി ഇസ്നാദുകളോടുകൂടെ വ്യത്യസ്ത ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇതേ ഹദീസ് കാണാൻ സാധിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ തന്നെ ഇതേ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും സുനൻ തുർമുദിയിൽ ഇതേ ഹദീസ് കടന്നു വരുന്നുണ്ട്. അതേപോലെ തന്നെ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവും ഇതേ ഹദീസ് ഇതേ രൂപത്തിൽ നിരവധി സ്വഹാബികളിൽ നിന്നും ഇജ്മാഅോടുകൂടെ തന്നെ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണത്. പൊതുവെ വയസ്സിൻ്റെ കാര്യത്തിൽ, ചരിത്രപരമായിട്ട് വയസ്സിൻ്റെ കാര്യത്തിൽ ഇത്രത്തോളം ഉറപ്പ് മറ്റുള്ള വിഷയങ്ങളിലൊന്നും വരാറില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ മുത്തവാത്തിറായിട്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ യാതൊരു സംശയത്തിനിടയില്ലാതെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ ഒരു വയസ്സിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് നിരവധി ഇസ്നാദുകളോടുകൂടെ യാതൊരു സംശയത്തിനിടയില്ലാതെ പകൽ വെളിച്ചം പോലെ അത് വളരെ വ്യക്തമാണ്. അപ്പം ഇത്രയും കൃത്യമായിട്ടുള്ള ഉദ്ധരണികളെല്ലാം തള്ളിക്കൊണ്ടാണ് അവർ പകരം ചരിത്രപരമായിട്ട് കൃത്യമായിട്ടുള്ള തെളിവുകളില്ലാത്ത അല്ലെങ്കിൽ ആധികാരികതയില്ലാത്ത ഊഹങ്ങളെ മാത്രം കൂട്ടുപിടിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠ സഹോദരി അസ്മാ റളിയല്ലാഹു അൻഹയുടെ വയസ്സും അതേപോലെ തന്നെ സൂറത്തുൽ ഖമറിൻ്റെ അവതരണ പശ്ചാത്തലമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അതേപോലെ തന്നെ ബദറുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ന്യായങ്ങളെല്ലാം പറഞ്ഞ് അവർ കഷ്ടപ്പെട്ട് വ്യാഖ്യാനിച്ച് ഒപ്പിച്ച് വലിച്ചു നീട്ടി ആ വയസ്സിനെ 15ഉം 18ലേക്കെല്ലാം അവർ പറഞ്ഞ് കഷ്ടപ്പെട്ട് ഒപ്പിക്കാറുണ്ട്. അവർ പറയുന്ന നിരവധി ന്യായങ്ങളുണ്ട്. അതിനെ ഓരോന്നായിട്ട് ഇവിടെ പരിശോധിക്കുന്നത് അതിൻ്റെ മറ്റൊരു വിഷയമാണ്. അരമണിക്കൂറോളം അവരുടെ ന്യായങ്ങൾ പരിശോധിക്കേണ്ടതിന് ഒരു കാര്യം ചുരുക്കത്തിൽ അവരുന്നയിക്കപ്പെടുന്ന വാദങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ്. അത് ഏതൊരാൾക്കും അതിനെ സംബന്ധിച്ച് പഠിച്ചാൽ അല്ലെങ്കിൽ വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ രൂപത്തിൽ നമ്മൾ വ്യാഖ്യാനിച്ച് ഒപ്പിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, മറ്റുള്ള വിമർശകർ ഈ രൂപത്തിലുള്ള ഒരു ആരോപണം പറയുന്നു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഇതേ രൂപത്തിൽ ചരിത്രത്തിലുള്ള ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം അഴിച്ചുപണി നടത്തി മാറ്റി വ്യാഖ്യാനിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുമ്പെടുകയാണെങ്കിൽ ഇതേ നടപടി പല കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കേണ്ടി വരും. ഇന്ന് ഈ ഒരു ആരോപണം പറഞ്ഞു, നാളെ മറ്റൊരാരോപണമായിട്ട് അവർ വരുന്ന സന്ദർഭത്തിൽ ഇതേ രൂപത്തിൽ നിരവധി കൃത്യമായിട്ടുള്ള ഉദ്ധരണികളെല്ലാം തള്ളി ഇതേ രൂപത്തിലുള്ള ഒരു വ്യാഖ്യാന കസരത്ത് നമ്മൾ നടത്തേണ്ടി വരുമെന്നുള്ള എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പം ഇത് വിഷയത്തിൽ സുന്നി പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട്. അത് മാത്രമല്ല, പൊതുവേ ചരിത്രപരമായിട്ടുള്ള വിഷയത്തിലെല്ലാം വ്യത്യസ്ത വീക്ഷണം വെച്ച് പുലർത്തുന്ന ശിയാക്കളായിട്ടുള്ള ആളുകൾ പോലും ഈ ഒരു വിഷയത്തിൽ സുന്നികളായിട്ട് യോജിക്കുന്നുണ്ട് എന്നുള്ള അബൂ അലി തുബ്രസിയെ പോലെയുള്ള പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ, അതായത് ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം നടന്നത് അത് 9 വയസ്സിലായിരുന്നെന്ന് അവർ പോലും അത് യോജിക്കുന്നുണ്ട് എന്നുള്ള. പക്ഷേ എന്നിട്ടും ചില ആളുകൾ ഇതേ രൂപത്തിലുള്ള വ്യാഖ്യാന കസരത്ത് നടത്തി വിമർശകർക്ക് മറുപടി നൽകാൻ വേണ്ടി ഇത്രയും വളരെ വ്യക്തമായിട്ടുള്ള ചില ഉദ്ധരണികൾ അവർ തള്ളിക്കളയാറുണ്ട് എന്നുള്ളത്. അത് നല്ലൊരു പ്രവണതയല്ല എന്ന് തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ സ്വഹീൽ ബുഖാരിയിൽ കടന്നു വരുന്ന വളരെ കൃത്യമായിട്ടുള്ള 9 വയസ്സെന്നുള്ള ആ ഒരു ഹദീസ് അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവന, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ ഒരു പ്രസ്താവന
അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇത്ര വലിയ പ്രശ്നം? എന്തുകൊണ്ടാണ് ഈ ചില ആളുകൾ ഇതേ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളിലേക്കെല്ലാം പോകാനുള്ള കാരണം? ആ രൂപത്തിൽ പോകാനുള്ള ഒന്നാമത്തെ കാരണം, പല ആളുകളും ചരിത്രത്തെ വിലയിരുത്തുന്നത്, അതായത് ഇന്നത്തെ നമ്മുടെ ആ ഒരു സാമൂഹിക പരിതസ്ഥിതി 21-ാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു ഗ്ലാസ്സിലൂടെയാണ് പല ആളുകളും ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ടിലേക്ക് നോക്കുന്നത്. അപ്പോൾ ചരിത്രം പഠിക്കുന്ന സന്ദർഭത്തിൽ ചരിത്രം ആ ഒരു കോണ്ടെക്സ്റ്റ്, അതായത് അന്നത്തെ സാമൂഹിക പശ്ചാത്തലങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കൾച്ചർ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ചരിത്രത്തെ അവലോകനം ചെയ്യേണ്ടത്. അതല്ലാതെ ചരിത്രത്തെ വിലയിരുത്താൻ ശ്രമിക്കുന്നത് അത് ചരിത്രത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ്. അത് ഏതൊരു ചരിത്രകാരനും പറയുന്നതാണ്, ഹിസ്റ്റോറിക്കൽ അനാക്രോണിസം എന്ന് പറയും. അതായത് ഇന്നത്തെ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് അല്ലെങ്കിൽ ആ ഒരു ടെംപ്ലേറ്റ് വെച്ച് അക്കാലത്തേക്ക് നോക്കുക, 21-ാം നൂറ്റാണ്ടിൻ്റെ കൾച്ചർ 7-ാം നൂറ്റാണ്ടിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതൊരിക്കലും കൃത്യമായിട്ട് അല്ലെങ്കിൽ ശരിയായിട്ടുള്ളൊരു ചരിത്ര സമീപനമല്ല. അന്നത്തെ ഒരു സാമൂഹിക സാഹചര്യം എന്നുള്ളത് തികച്ചും വ്യത്യസ്തമായിരുന്നു. അപ്പോൾ ആ ഒരു വ്യത്യാസം എല്ലാ കാര്യത്തിലും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ വിവാഹത്തിൻ്റെ കാര്യത്തിലേക്ക് മാത്രം വരികയാണെങ്കിൽ, ഇപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയാകുന്നതോടുകൂടെ ഒരാൾക്ക് വിവാഹം ചെയ്യുക അല്ലെങ്കിൽ വിവാഹത്തെ സംബന്ധിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് പ്രായപൂർത്തിയാകുന്നതിൻ്റെ ലക്ഷണം. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മെനാർക്കി, അതായത് ആർത്തവത്തിൻ്റെ തുടക്കം, അതേപോലെ തന്നെ തെലാർക്കി എന്ന് പറയും, അതായത് അവരുടെ മാറിടത്തിലുള്ള ആ മാറിടം വികസിക്കും. അത് പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിൽ അവർ ചില സ്ഥലങ്ങളിലെ രോമ വളർച്ച, അതേപോലെ തന്നെ ശബ്ദത്തിലുള്ള വ്യത്യാസങ്ങൾ, അതേ രൂപത്തിൽ പ്രായപൂർത്തി അറിയിക്കുന്ന നിരവധി സൈനികരുണ്ട്. ഒരിക്കലും ആ ഒരു പ്രായപൂർത്തി, ആ പ്യൂബേർട്ടിയിൽ ആ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് വിവാഹത്തെ സംബന്ധിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. അതിനർത്ഥം പ്രായപൂർത്തിയാകുന്നതോടുകൂടെ ഉടനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ഇസ്ലാം എവിടെയും നിർബന്ധിക്കുന്നില്ല. അത് ഓരോ ആളുകളുടെ ചോയ്സാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ നിരവധി പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാർ വളരെ ലേറ്റായിട്ട് വിവാഹം ചെയ്ത നിരവധി ചരിത്രങ്ങളെല്ലാം കാണാൻ സാധിക്കും. അത് ഓരോ ആളുകളുടെ അല്ലെങ്കിൽ ഓരോ സമൂഹത്തിനനുസരിച്ചുള്ള ചോയ്സാണ്. അതേപോലെ തന്നെ പ്രായപൂർത്തി എന്നുള്ളത് അത് യൂണിവേഴ്സലായിട്ടുള്ളൊരു ഏജ് അതിനില്ല. അതായത് ഒരു പ്യൂബേർട്ടിക്ക് അത് ആ രൂപത്തിലുള്ളൊരു ഏജില്ല. അത് കാലവും നിരവധി കാലങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ആ സമൂഹത്തിനും കാലത്തിനും സ്ഥലത്തിനനുസരിച്ചെല്ലാം അത് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് വളരെ കൃത്യമായിട്ടൊരു വസ്തുതയാണ്. ചരിത്രപരമായിട്ട് അല്ലെങ്കിൽ വൈദ്യശാസ്ത്രപരമായിട്ടെല്ലാം സ്ഥിരീകരിക്കപ്പെട്ടൊരു വസ്തുതയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അന്നത്തെ 7-ാം നൂറ്റാണ്ടിലുള്ള ആ വിഷയത്തിലുള്ള ഒരു കാഴ്ചപ്പാട് അത് ഈ ഒരു നൂറ്റാണ്ടിലുള്ളതുപോലെ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ട് ബന്ധപ്പെട്ട ആ വിവാഹം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹം മറ്റൊരാളുമായിട്ട് പറഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ അതിനേക്കാൾ മുമ്പ് തന്നെ ആ വിവാഹാലോചന നടന്നിരുന്നത്. അത്ര ചെറുപ്പത്തിൽ തന്നെ അതേ രൂപത്തിൽ സംസാരിക്കുക അല്ലെങ്കിൽ പറഞ്ഞു വെക്കുക എന്നുള്ളത് ആ രൂപത്തിലായിരുന്നു അന്നത്തെ ആ ഒരു സമ്പ്രദായം. അതുമാത്രമല്ല, റസൂലുള്ളാഹിൻ്റെ കാര്യത്തിൽ മാത്രം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നീട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ ഉമ്മു കുൽസൂം ബിൻതി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹ അവരെ വിവാഹം കഴിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകളെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുന്നത്, ആ വിവാഹം കഴിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ പ്രായം ഇമാം സുബരി വിശദീകരിക്കുന്നുണ്ട് 10-11 വയസ്സ് മാത്രമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകളെ വിവാഹം കഴിക്കുക. അവിടെയും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ ഷിയാക്കളായിട്ടുള്ള ആളുകൾ അവർക്കിടയിൽ നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നെല്ലാം അവർ പ്രചരിപ്പിക്കാറുണ്ട്. ആ രൂപത്തിലായിരുന്ന കാര്യങ്ങളെങ്കിൽ ഈ വിവാഹം എങ്ങനെയാണ് അവിടെ സംഭവിക്കുക, അത് മറ്റൊരു വിഷയമാണ്. ഈ രൂപത്തിലുള്ള വിവാഹം ആ ഒരു സമൂഹത്തിൽ സർവ്വസാധാരണയായിരുന്നു എന്നുള്ള. അപ്പോൾ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ അതായത് ആ ഒരു വിഷയം, അതായത് നേരത്തെ തന്നെ പ്രായപൂർത്തി എത്തുക, അതായത് പ്രിക്കോഷ്യസ് പ്യൂബേർട്ടി എന്ന് പറയും, അത് ആ ഒരു കൾച്ചറിൽ സർവ്വസാധാരണയായിരുന്നു. പ്രായപൂർത്തി എത്തിയ ഉടനെ തന്നെ അവർ വിവാഹം ചെയ്തിരുന്നു എന്നുള്ള കാരണം നിരവധി കാരണങ്ങൾ. പ്രധാനപ്പെട്ട മറ്റൊരു കാരണം ലൈഫ് എക്സ്പെക്റ്റൻസി, അതായത് ഇന്നത്തെ പോലെയല്ല, ആയുസ് വളരെ കുറവാണ്. അതായത് ശരാശരി ആയുസ് എന്നുള്ളത് 50 വയസ്സിൽ താഴെ ആ രൂപത്തിലായിരുന്നു അക്കാലഘട്ടം. അപ്പം അതുകൊണ്ട് തന്നെ അവർ ആ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവരുടനെ തന്നെ വിവാഹത്തെ സംബന്ധിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ വിവാഹം ചെയ്യുക എന്നുള്ളത് അന്ന് സർവ്വസാധാരണയായിരുന്നു. ബാല്യം കഴിഞ്ഞാൽ പിന്നീട് പ്രായപൂർത്തി എത്തുന്നതോടുകൂടെ പിന്നീട് യുവാവായിട്ട് അല്ലെങ്കിൽ യുവതിയായിട്ടാണ് സമൂഹം അവരെ പരിഗണിച്ചത്. ഇന്ന് നമ്മൾ അഡോളസൻസ് അല്ലെങ്കിൽ കൗമാരം എന്നുള്ളൊരു സ്റ്റേജ് അത് ആധുനികമായിട്ടുള്ളൊരു പ്രവണതയാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 20-ാം നൂറ്റാണ്ടിനാണ് ഈ ഒരു അഡോളസൻസ് അല്ലെങ്കിൽ കൗമാരപ്രായം എന്നുള്ള ഒരു പുതിയ ഒരു കാലഘട്ടം നമ്മൾ കൂട്ടിച്ചേർക്കുന്നത്. ആ ടീൻ എന്നുള്ള, അതായത് 13 ആ ടീൻ ഏജുകൾ 19 വരെയുള്ള ആ ഒരു പ്രായം,
അതൊരു പുതിയ പ്രവണതയാണ്. ആ ഒരു ആ രൂപത്തിലായിരുന്നില്ല കാലഘട്ടങ്ങളിലുടനീളം ആ രൂപത്തിലായിരുന്നില്ല അവർ ചിന്തിച്ചിരുന്നത്. പ്രായപൂർത്തി എത്തുന്നതോടുകൂടെ വിവാഹം ചെയ്യുക എന്നുള്ളത് അത് ചരിത്രത്തിലുടനീളം നിലനിന്ന് പോകുന്ന ഒരു പ്രവണതയായിരുന്നു. അപ്പോൾ നമ്മൾ സീറ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇപ്പോൾ അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, നേരത്തെ നമ്മൾ റമദാനിലുള്ള പ്രഭാഷണത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. പ്രമുഖനായിട്ടുള്ള സ്വഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവാണ് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. ഉപ്പയുടെ മുമ്പ് തന്നെ മകൻ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ മാതാവ് പ്രസവിക്കുന്ന സമയത്ത് മാതാവിൻ്റെ പ്രായം 10 വയസ്സ് മാത്രമാണ്. ആ സന്ദർഭത്തിൽ പിതാവ് അംർ ബിൻ ആസ് 15 വയസ്സിൽ താഴെ മാത്രമാണ് പ്രായം. 10 വയസ്സുള്ളൊരു മാതാവ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നതല്ല. 10 വയസ്സിൽ താഴെ പ്രായമുള്ളൊരു, അല്ലെങ്കിൽ 10 വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീ എങ്ങനെയാണ് പ്രസവിക്കുക? നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സങ്കല്പിക്കാൻ പോലും കഴിയുന്നതല്ല. പക്ഷേ ആ ഒരു സന്ദർഭത്തിൽ അത് നടന്നിരുന്നു. അത് അസംഭവ്യമാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വളരെ സർവ്വസാധാരണമായിട്ട് ചരിത്രകാലം, ഇപ്പം നമ്മൾ വൈദ്യശാസ്ത്ര രംഗത്തുള്ള പഠനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മാതാവായിട്ട് ഗണിക്കപ്പെടുന്നത് പെറുവിലുള്ള 5 വയസ്സുകാരിയായിട്ടുള്ള ഒരു കുഞ്ഞാണ്. 5 വയസ്സുകാരിയായിട്ടുള്ള ഒരു സ്ത്രീ മാതാവായിട്ടുള്ളത് മെഡിക്കൽ ഹിസ്റ്ററിയിൽ കാണാൻ സാധിക്കും. അതും 1933 അത് സംഭവിച്ചത്. 20-ാം നൂറ്റാണ്ടിൽ നടന്ന സംഭവമാണ്. അതൊരു സംഭവം മാത്രമല്ല, ഇതേ രൂപത്തിൽ ഇപ്പോൾ നിങ്ങൾ വിക്കിപീഡിയയിൽ തന്നെ പോവുകയാണെങ്കിൽ പ്രായം കുറഞ്ഞ മാതാക്കൾ, അതായത് 5-10 വയസ്സിനിടയിൽ മാതാവായിട്ടുള്ള ആളുകളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ അതിൽ കാണാൻ സാധിക്കുമെന്നുള്ള. അതായത് ചരിത്രാതീത കാലത്തുടനീളം അതൊരു നോർമൽ പ്രതിഭാസമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ 21-ാം നൂറ്റാണ്ടിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ 9 വയസ്സുകാരി അല്ലെങ്കിൽ ഒരു 10 വയസ്സുകാരി മാതാവാകുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നതല്ല. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഗ്ലാസ്സിലൂടെ നമ്മൾ ആ 7-ാം നൂറ്റാണ്ടിലേക്ക് നോക്കുന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇപ്പോൾ ചരിത്രപരമായിട്ട് ഈ ഒരു വിമർശനത്തെ നമ്മൾ അവലോകനം ചെയ്യുന്ന സന്ദർഭത്തിലും കാണാൻ സാധിക്കുന്ന വളരെ പച്ചയായിട്ടൊരു യാഥാർത്ഥ്യം, ഇസ്ലാമിക ചരിത്രത്തിലുടനീളം പഴയ കാലത്തുള്ള പണ്ഡിതന്മാർ, അതായത് ക്ലാസിക്കൽ രചനകളിൽ എവിടെയും തന്നെ ഈ ഒരു വിഷയത്തെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തതായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ വലിയ ഗ്രന്ഥരചന നടത്തിയതായിട്ടോ അല്ലെങ്കിൽ വിമർശകർക്ക് മറുപടി പറയുന്നതായിട്ടോ നമ്മൾ എവിടെയും കാണാൻ സാധ്യമല്ല. ഇമാം ഖസാലിയെപ്പോലെ അല്ലെങ്കിൽ ഇമാം ഇബ്നു തൈമിയയെപ്പോലെ അല്ലെങ്കിൽ ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹിയെപ്പോലെ അല്ലെങ്കിൽ ഇമാം തൊബരിയെപ്പോലെയുള്ള ആളുകൾ സുദീർഘമായിട്ട് ഈ ഒരു വിഷയത്തിൽ ചർച്ച നടത്തിയതായിട്ടോ വിമർശകരുടെ വിമർശനങ്ങൾക്ക് മറുപടി നൽകിയതായിട്ടോ എവിടെയും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ചരിത്രാതീത കാലത്തുടനീളം 10-13 നൂറ്റാണ്ടുകളിലുടനീളം ഇതൊരു വിമർശനമായിട്ട് ഒരാളും ഉന്നയിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമകാലികരായിട്ടുള്ള ആളുകൾ, അവരാണല്ലോ ഏറ്റവും കൂടുതൽ ഇതൊരു വിഷയമാക്കി കൊണ്ടുവരേണ്ടത്. അവരെന്ത് കിട്ടിയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിക്കാൻ വേണ്ടി വടി തെരഞ്ഞ് നടന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ന്യൂനത കിട്ടിയാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിക്കാൻ വേണ്ടി തക്കം പാർത്തിരുന്ന റസൂലുള്ളാഹിൻ്റെ സമകാലികരായിട്ടുള്ള ശത്രുക്കളായിട്ടുള്ള ആളുകൾ, അവർ പല രൂപത്തിലായിട്ട് റസൂലുള്ളാഹിനെ വിമർശിച്ചിരുന്നു. റസൂലുള്ളാഹിനെ കാഹിനെന്നും മജ്നൂനെന്നും ഭ്രാന്തനെന്നും നഊദു ബില്ലാഹ് ആ രൂപത്തിലുള്ള ആരോപണങ്ങളെല്ലാം പറഞ്ഞ ആളുകൾ, അവർ പോലും ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു രൂപത്തിലുള്ള വിമർശനം നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. അതല്ലാത്ത നിരവധി വിമർശനം, എത്രത്തോളം എന്ന് വെച്ചാൽ ഇതേ ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലാത്ത ആരോപണ കഥകൾ പോലും, ഇഫ്ക് പോലും പ്രചരിപ്പിച്ച് ആ രൂപത്തിൽ പോലും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ആ രൂപത്തിൽ ശ്രമം നടത്തിയ ആളുകൾ പോലും ഒരിക്കൽ പോലും ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹമോ അല്ലെങ്കിൽ ആ വിവാഹപ്രായമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിമർശനം റസൂലുള്ളാഹിൻ്റെ ജീവിതകാലത്തോ അല്ലെങ്കിൽ പിന്നീട് ചരിത്രത്തിലുടനീളം വലിയൊരു കാലഘട്ടങ്ങളിൽ ഒരാളും ഇസ്ലാമിൻ്റെ അകത്തോ അല്ലെങ്കിൽ പുറത്തോ ഉള്ള ശത്രുക്കൾ പോലും ഉന്നയിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഒരു വിഷയത്തിൽ ആദ്യമായിട്ടൊരു വിമർശനം കടന്നു വരുന്നത് തന്നെ അമേരിക്കയിലെ പ്രഗത്ഭനായിട്ടുള്ള ഇസ്ലാമിക രംഗത്ത് ആഴത്തിൽ പഠനം നടത്തുന്ന ഡോക്ടർ ജൊനാഥൻ ബ്രൗൺ, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിതലത്തിൽ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം തന്നെ ഹദീസുകളെ സംബന്ധിച്ചുള്ള പഠനമായിരുന്നു. ഹദീസുകളുടെ ആ സംരക്ഷണം, അതേപോലെ തന്നെ ഹദീസുകൾ സംരക്ഷിക്കപ്പെട്ട ആ രൂപം, അതേപോലെ തന്നെ അതിലുള്ള അത്ഭുതം കാരണമാണ് അദ്ദേഹം ഇസ്ലാം തന്നെ സ്വീകരിക്കുന്നത്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് ഇതേ രൂപത്തിൽ
ഉള്ള നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം വളരെ സമഗ്രമായിട്ട് ലേഖനങ്ങളിലൂടെയെല്ലാം അദ്ദേഹം മറുപടി നൽകാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പഠനത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം, അതായത് ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയം ആദ്യമായിട്ട് കടന്നു വരുന്നത് തന്നെ 1905-ലാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ മാത്രമാണ് ഇതൊരു വിമർശനമായിട്ട് തന്നെ പ്രത്യക്ഷപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ് അവർ ആ ഒരു സന്ദർഭത്തിൽ അത് പൊക്കിക്കൊണ്ടുവരാനുള്ള കാരണം അതെന്താണെന്ന് ഇൻഷാ അല്ലാഹ് പിന്നീട് ഞാൻ പറയും, അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പം അതിനു മുമ്പ് നിരവധി ഗ്രന്ഥങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തിയും ഇകഴ്ത്തിയെല്ലാം നിരവധി ഗ്രന്ഥങ്ങൾ അത് പുറത്തു വന്നിട്ടുണ്ട്. റസൂലുള്ളാഹിനെ വിമർശിക്കാൻ വേണ്ടി മാത്രമായിട്ട് രചിക്കപ്പെട്ട നിരവധി ഓറിയൻ്റലിസ്റ്റുകളായിട്ടുള്ള ആളുകൾ രചിക്കപ്പെട്ട രചനകൾ, അതല്ലാതെ നിഷ്പക്ഷമായിട്ട് ചരിത്രത്തെ പഠന വിധേയമാക്കിയിട്ടുള്ള നിരവധി രചനകളെല്ലാം ചരിത്രത്തിലുടനീളം പുറത്തു വന്നിട്ടുണ്ട്. അത്തരം പഠനങ്ങളിൽ എവിടെയും ഈ ഒരു വിഷയത്തിന് ഊന്നൽ നൽകിയതായിട്ടോ അല്ലെങ്കിൽ ഇതിനെ വിമർശന വിധേയമാക്കിയതായിട്ടോ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ മധ്യകാലഘട്ടത്തെ കുരിശുയുദ്ധ സന്ദർഭത്തിലും അതേപോലെ തന്നെ റിനൈസൻസ് നവോത്ഥാന കാലഘട്ടത്തിലെല്ലാം നിരവധി പ്രസിദ്ധമായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുകൂലിച്ചും പ്രതികൂലിച്ചെല്ലാം നിരവധി രചനകൾ ലോകത്ത് പുറത്തിറങ്ങിയതായിട്ട് കാണാൻ സാധിക്കും. ഏറ്റവും നല്ല ഉദാഹരണം 18-ാം നൂറ്റാണ്ടിൽ എഡ്വേർഡ് ഗിബ്ബൺ, ബ്രിട്ടീഷ് ഹിസ്റ്റോറിയനായിട്ടുള്ള എഡ്വേർഡ് ഗിബ്ബൺ, അദ്ദേഹം റോമൻ സാമ്രാജ്യത്തിൻ്റെ പതനത്തെ സംബന്ധിച്ച് ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് റോമൻ എംപയർ 6 വോള്യങ്ങൾ അടങ്ങുന്ന ആ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം, അതിൽ അദ്ദേഹം അതിൻ്റെ 50-ാമത്തെ അധ്യായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതമാണ് വിശദീകരിക്കുന്നത്. അദ്ദേഹം ആ വിശദീകരണത്തിനിടയിൽ എവിടെയും അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം അദ്ദേഹം പറയുന്നുണ്ട്, പക്ഷേ അത് ആ ഒരു വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു പോലില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം, അതല്ലാതെ തന്നെ നിരവധി തോമസ് കാർലൈനെ പോലെയുള്ള അല്ലെങ്കിൽ ബെർണാഡ് ഷേ പോലെയുള്ള വില്യം മ്യൂറിനെ പോലെയുള്ള നിരവധി ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള രചനകൾ നടത്തിയിട്ടുണ്ട്. അവിടെ എവിടെയും ഈ ഒരു വിഷയം ഹൈലൈറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധ്യമല്ല. അതിനേക്കാൾ ഏറെ കൗതുകം സൃഷ്ടിച്ച 2 രചനകൾ എടുത്തു പറയേണ്ടത്, ഇപ്പോൾ വാഷിങ്ടൺ ഇർവിങ്, അമേരിക്കൻ ഹിസ്റ്റോറിയനാണ്. അദ്ദേഹം 1849 അദ്ദേഹം പ്രസിദ്ധനാണ്. ഇപ്പോൾ നമ്മൾ സ്കൂളിലെല്ലാം പഠിച്ചിട്ടുള്ള റിപ്പുവാൻ വിങ്കിൾ എന്നറിയപ്പെടുന്ന ആ ഷോർട്ട് സ്റ്റോറികൾ മലയാളത്തിലേക്കെല്ലാം വിവർത്തനം ചെയ്യപ്പെടുന്ന അതിൻ്റെ എല്ലാം രചയിതാവാണ്. അദ്ദേഹം 1849 മുഹമ്മദ് ആൻഡ് സക്സസേഴ്സ്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പിൻഗാമികൾ എന്നുള്ള പേരിൽ ഒരു ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥം എല്ലാം ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആ ഗ്രന്ഥത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ 69-ാമത്തെ പേജിൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തെ വിശദീകരിച്ച സന്ദർഭത്തിൽ വളരെ സിമ്പിളായിട്ട് അദ്ദേഹം പറയുകയാണ്, 7-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു. 7-ാമത്തെ അല്ല 6-ാമത്തെ വയസ്സിലാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അക്കാലഘട്ടത്തെ അറേബ്യയിലുള്ള ആ ഒരു ക്ലൈമറ്റിൽ സ്ത്രീകൾ പെട്ടെന്ന് പ്രായപൂർത്തി എത്തുക എന്നുള്ളത് അവിടെ സർവ്വസാധാരണയായിരുന്നു. 6-ാം വയസ്സിൽ റസൂലുള്ളാഹി വിവാഹം കഴിച്ചു. എന്നിട്ട് 2 വർഷത്തിന് ശേഷം ആ സമയമായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി കൂടെ താമസിച്ചു എന്നുള്ള വളരെ സിമ്പിളായിട്ട് അദ്ദേഹം വിശദീകരിച്ച് പോവാണ്. അദ്ദേഹത്തിനത് കൃത്യമായിട്ട് മനസ്സിലായ, അതായത് അക്കാലഘട്ടത്തിലുള്ള ചരിത്രകാരന്മാർ ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കിയത്. അതിനേക്കാളേറെ രസകരമായിട്ടുള്ള അത്ഭുതം സൃഷ്ടിക്കുന്ന മറ്റൊരു രചന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹിനെ അനുകൂലിച്ചല്ല, മറിച്ച് റസൂലുള്ളാഹിനെ വിമർശിക്കാൻ വേണ്ടി മാത്രം നടത്തിയൊരു ഓറിയൻ്റലിസ്റ്റ് രചന മറ്റൊന്ന് പുറത്തിറങ്ങിയത് 1697 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കാൻ വേണ്ടി മാത്രം രചിക്കപ്പെട്ട രചന ദ ട്രൂ നാച്ചർ ഓഫ് ഇമ്പോസ്റ്റർ, അതായത് വ്യാജപ്രവാചകൻ്റെ യഥാർത്ഥ മുഖം, നഊദു ബില്ലാ, ലൈഫ് ഓഫ് മൊഹമ്മദ് എന്നാണ് പറയും, മൊഹമ്മദ്, ആ ഒരു പേരിലൊരു രചന 1697 പീഡോക്സ് എന്നറിയപ്പെടുന്നൊരു ഓറിയൻ്റലിസ്റ്റ് ഹിസ്റ്റോറിയൻ അദ്ദേഹം രചിക്കുന്നുണ്ട്. ആ ഗ്രന്ഥത്തിൻ്റെ, അതും ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നുണ്ടാകും, 41-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം ഈ ഒരു വിഷയം, അതായത് വിവാഹത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിൽ ആ ഗ്രന്ഥരചന നടത്തുന്നത് തന്നെ റസൂലുള്ളാഹിനെ വിമർശിക്കാൻ വേണ്ടി മാത്രമാണ്. അതിനിടയിൽ അദ്ദേഹം പോലും അറിയാതെ ഭാവിയിൽ വരാൻ പോകുന്ന വിമർശകർക്ക് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെ അദ്ദേഹം മറുപടി നൽകുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണശേഷം റസൂലുള്ളാഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗദ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. ശേഷം ഉമറിൻ്റെ മകൾ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹയെയും വിവാഹം കഴിച്ചു. അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹയെയും വിവാഹം കഴിച്ചു. അതുവഴി അവരുമായിട്ടുള്ള ബന്ധം റസൂലുള്ളാഹി ശക്തിപ്പെടുത്തി എന്നുള്ളതാണ്. അതുതന്നെയായിരുന്നു യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിലുള്ള കാരണം. ചിന്തിച്ചു നോക്കുക. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം പിന്നീട് കടന്നു വരുന്ന പ്രധാനപ്പെട്ട അനുയായികൾ, ഖുലഫാഉ റാഷിദീങ്ങളായിട്ടുള്ള ആളുകളുമായിട്ടെല്ലാം റസൂലുള്ളാഹി ഒരു ശക്തമായിട്ടുള്ളൊരു ബോണ്ട് സൃഷ്ടിക്കലായിരുന്നു ആ വിവാഹത്തിൻ്റെ പിന്നിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഉദ്ദേശം.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ആ പെൺമക്കളെ റസൂലുള്ളാഹി സ്വീകരിച്ചു. അതുമായിട്ട് അവരുമായിട്ടുള്ള ബോണ്ട് ശക്താക്കി. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിൻ്റെ 2 പെൺമക്കളെ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനും അങ്ങോട്ട് നൽകുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം നമ്മൾ ആ ഗ്രന്ഥത്തിലേക്ക് മടങ്ങിവരാണ്. ശേഷം അദ്ദേഹം ഗ്രന്ഥത്തിൽ പറയാണ്, 6-ാം വയസ്സിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു. 8-ാം വയസ്സിൽ അവർ ഒരുമിച്ച് താമസിച്ചു എന്നുള്ള 8 യഥാർത്ഥത്തിൽ 9. എന്നിട്ട് ശേഷം അദ്ദേഹം പറയാണ്, അതായത് അത്തരം ഹോട്ട് ക്ലൈമറ്റിൽ, അതായത് ചൂടേറിയ ആ രാജ്യങ്ങളിൽ അത് അക്കാലഘട്ടത്തിൽ സർവ്വസാധാരണയായിരുന്നു. അവിടെ നേരത്തെ തന്നെ വിവാഹം കഴിക്കലും അതേപോലെ തന്നെ വിവാഹം കഴിച്ച ഉടനെ തന്നെ അതേ രൂപത്തിൽ ആ ചെറുപ്രായത്തിൽ തന്നെ പ്രസവവും അതെല്ലാം ആ കാലഘട്ടത്തിൽ അത് സാധാരണയായിരുന്നു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ കാലഘട്ടം വരെ യഥാർത്ഥത്തിൽ ഇതൊരു ആരോപണമായിരുന്നില്ല. ആ രൂപത്തിലായിരുന്നു ലോകമെന്നുള്ള. അപ്പോൾ നമുക്കറിയാം, ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകത്തിൻ്റെ നല്ലൊരു ഭാഗം അവർ കോളനിയാക്കി വെച്ചിരുന്നു. ആ ബ്രിട്ടീഷ് സാമ്രാജ്യം, അതായത് ബ്രിട്ടീഷ് ഒരു ജൂറിയായിരുന്ന പ്രഗത്ഭനായിട്ടുള്ള സർ വില്യം ബ്ലാക്ക് സ്റ്റോൺ എന്നറിയപ്പെടുന്ന 18-ാം നൂറ്റാണ്ടിലെ പ്രഗത്ഭനായ ഇംഗ്ലണ്ടിലൊരു ജൂറി, അദ്ദേഹം ഇംഗ്ലണ്ടിലെ അക്കാലഘട്ടത്തിലുള്ള നിയമങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് എഴുതിയ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമാണ് അദ്ദേഹം കമൻട്രീസ് ഓൺ ദ ലോ ഓഫ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ നിയമങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ രചന, അതും ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നുണ്ടാകും. ഇംഗ്ലണ്ടിലെ അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ കമൻട്രിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിയമപരമായിട്ട് ഒരു സ്ത്രീയുടെ വിവാഹം കഴിക്കാനുള്ള മിനിമം ഏജ് ഓഫ് മാരേജ് 7 വയസ്സാണ്. ഇംഗ്ലണ്ടിൽ അക്കാലഘട്ടത്തിലുള്ള നിയമമാണ് അദ്ദേഹം പറയുന്നത്. മിനിമം ഏജ് 7 7 വയസ്സ്. അത് പുരുഷന്മാർക്കാണെങ്കിൽ 12. ചിന്തിച്ചോക്ക്, അതായത് 18-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ഈ ഗ്രന്ഥരചന നടത്തുന്നത്. 18-ാം നൂറ്റാണ്ടിൽ അക്കാലഘട്ടത്തിലുള്ള മിനിമം ഏജ് എന്ന് അദ്ദേഹം ഇംഗ്ലണ്ടിലുള്ള ഏജ് 7. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9-ാമത്തെ വയസ്സിലാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത്. അതും 18-ാം നൂറ്റാണ്ടിലല്ല, മറിച്ച് 7-ാം നൂറ്റാണ്ടിലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ പ്രസിദ്ധമായിട്ടുള്ള അവിടെ കടന്നു വരുന്ന അവരുടെ ഭരണാധികാരി കിങ് ജോൺ അദ്ദേഹം ഇസബല്ലയെ വിവാഹം കഴിക്കുന്ന സന്ദർഭത്തിൽ വെറും 12 വയസ്സ് മാത്രമായിരുന്നു. ഇനി അതുമാത്രമല്ല, രചനകൾ നടത്തുന്ന സന്ദർഭത്തിൽ പോലും കൂടുതലൊന്നും പിറകോട്ട് പോകാതെ 500 വർഷം മുമ്പ് രചിക്കപ്പെട്ട ഷേക്സ്പിയറിൻ്റെ രചനകളിൽ പോലും ഇപ്പോൾ റോമിയോ ജൂലിയറ്റ് നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിൽ ജൂലിയറ്റിൻ്റെ വയസ്സ് വെറും 13. അത് ആ ഒരു നാടകം ഈ ഒരു കാലഘട്ടത്തിലാണ് രചിക്കുന്നതെങ്കിൽ നിയമപരമായിട്ട് അദ്ദേഹം നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ള. ഇനി ഇതെല്ലാം പ്രധാനമായിട്ട് വിമർശനമായിട്ട് ഉന്നയിക്കപ്പെടുന്ന ക്രൈസ്തവ മിഷണറിമാർ അവരുടെ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മറിയ വിവാഹം കഴിക്കുന്നത് 13-ാമത്തെ വയസ്സിൽ ജോസഫിനെ വിവാഹം കഴിച്ച ആ രൂപത്തിലുള്ള നിരവധി കാര്യങ്ങൾ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനം നടത്തിയ ആ രൂപത്തിൽ കാണാൻ സാധിക്കും. അതെല്ലാം അവിടെ നിലനിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ചില ആളുകൾ ഇതേ രൂപത്തിൽ നഖവും പല്ലും ഉപയോഗിച്ച് അവർ വിമർശിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. റസൂലുള്ളാഹിൻ്റെ കാര്യത്തിൽ മാത്രം അതൊരു വലിയ വിഷയമായിട്ട് അവരെടുത്തിടുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് തിരിച്ചു വരാണ്. ഇതൊരു വിമർശനമായിട്ട് യഥാർത്ഥത്തിൽ ഉയർന്നു വരുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഡോക്ടർ ജനാർദ്ദൻ ബ്രൗൺ അദ്ദേഹത്തിൻ്റെ രചനയിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് 1905 അതായത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ബ്രിട്ടീഷ് ചരിത്രകാരനായിരുന്ന ഡേവിഡ് സാമുവൽ മാർഗോലിയോത്ത് എന്നറിയപ്പെടുന്ന പ്രസിദ്ധനായിട്ടുള്ള ആ രചയിതാവ് അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് ആൻഡ് റൈസ് ഓഫ് ഇസ്ലാം എന്നറിയപ്പെടുന്ന ആ ഗ്രന്ഥത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നുണ്ടാകും. അതിൻ്റെ 7-ാം അധ്യായത്തിൽ അദ്ദേഹം ഈ ഒരു വിഷയം പ്രത്യേകമായിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം 50 വയസ്സിൽ മുകളിൽ പ്രായമുള്ള ഒരാൾ, ഒരു കുട്ടിയായിട്ടുള്ള 9 വയസ്സുകാരിയെ വിവാഹം കഴിച്ചു എന്നുള്ളത് ആ രൂപത്തിലൊരു വിമർശന സ്വരത്തോടുകൂടെ പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ രചനയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു സന്ദർഭത്തിലാണ് ഇത് പ്രധാനപ്പെട്ട ഒരു വിമർശനമായിട്ട് ആ ഒരു വിമർശനം കടന്നു വരുന്നത് തന്നെ. സുബ്ഹാനല്ലാഹ്. അത്രയും കാലം വിമർശകരായിട്ടുള്ള ആളുകൾ ഒരാൾ പോലും ഈ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നില്ല. കാരണം അതൊരു ന്യായമായിട്ടുള്ള ആരോപണമെന്ന് ആർക്കും തോന്നിയില്ല എന്നുള്ള. എന്തുകൊണ്ടാണ് 20-ാം നൂറ്റാണ്ടിൽ ഇത് ഉയർന്നു വരാനുള്ള കാരണം, അല്ലെങ്കിൽ അത് ഉന്നയിക്കുക വഴി വിമർശകർ ലക്ഷ്യമിടുന്നത് എന്താണ്? അതുവഴി വിമർശകരായിട്ടുള്ള ആളുകൾ ലക്ഷ്യമിടുന്ന ഒന്നാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തി തേജോവധം ചെയ്യുക, അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ മോശമായിട്ട് ചിത്രീകരിക്കുക.
അത് ചിത്രീകരിക്കുക വഴി ഇസ്ലാമിനെ സംബന്ധിച്ചും ലോകത്തുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചും തികച്ചും തെറ്റായിട്ടുള്ള ഒരു ഇമേജ് ലോകത്ത് പ്രചരിപ്പിക്കുക എന്നുള്ളത്. അതായത് ലോകത്തുള്ള മുസ്ലിങ്ങൾ മുഴുവനും റസൂലുള്ളാഹിനെ എല്ലാ അർത്ഥത്തിലും ജീവിതത്തിലെ ഓരോ കാര്യത്തിൽ അനുകരിക്കാൻ ശ്രമിക്കുന്നവരാണ്. അപ്പോൾ ലോകത്തുള്ള മുസ്ലിങ്ങൾ മുഴുവൻ ഇതേ രൂപത്തിൽ സ്ത്രീകളോട് അങ്ങേയറ്റം ആസക്തിയുള്ളൊരു വിഭാഗം, ആ രൂപത്തിൽ മുസ്ലിങ്ങളെ ചിത്രീകരിക്കുക. മറുവശത്ത് സ്ത്രീകളെ സംബന്ധിച്ച് ഓൾറെഡി അവർ ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലാമിൽ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുത്തി നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ആരോപണം ഉന്നയിക്കുക വഴി പ്രത്യേകമായിട്ട് അവർ ലോകത്തിന് നൽകാൻ ശ്രമിക്കുന്ന ഒരു ഇമേജ് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ ഇസ്ലാമിനകത്ത് അങ്ങേയറ്റം ഞെരിഞ്ഞമർന്ന് പുരുഷന്മാർക്ക് കീഴിൽ, അത് ചെറിയ കുട്ടികൾ പോലും അങ്ങേയറ്റം പ്രയാസത്തോടുകൂടെ പുരുഷന് കീഴിൽ അവൻ്റെ അടിമയായിട്ട് ചെറുപ്പത്തിൽ തന്നെ ആ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് ജീവിക്കേണ്ടവളാ അല്ലെങ്കിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവളാണ് സ്ത്രീകളെന്നുള്ള ആ ഒരു ഇമേജ് ലോകത്തിന് ഈ ഒരു ആരോപണം വഴി നൽകുക. അതിനു വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ എത്രത്തോളം കഴമ്പുണ്ട് നേരത്തെ വിശദീകരിച്ച് കഴിഞ്ഞു. ഒന്നാമതായിട്ട് അവർ ചരിത്രത്തോട് ചെയ്യുന്ന അനീതി. കാരണം ഇന്നത്തെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് അവർ ചരിത്രത്തെ വിലയിരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുമാത്രമല്ല, അതുകൊണ്ട് തന്നെ ലോകത്ത് ഇത്രയും കാലം നേരത്തെ വിശദീകരിച്ച് ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് ഒരാളും ഈ ഒരു ആരോപണം ഉന്നയിച്ചതായിട്ട് കാണുന്നില്ല. കാരണം അത് ആ രൂപത്തിൽ ഒരാളും മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ള. പിന്നീടത് ശൈശവവിവാഹമായിരുന്നെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ അത് ഞാൻ പറഞ്ഞു, അതിന് നേരത്തെ തന്നെ നമ്മൾ മറുപടി പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ അവർ പ്രായപൂർത്തി എത്തിയതിന് ശേഷമാണ് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നത്. പ്രായപൂർത്തി എന്തായിരുന്നു അതെല്ലാം നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു. അപ്പോൾ ശിശുവായിരുന്നു എന്ന് ചിത്രീകരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ആ പ്രായത്തിൽ ഒരു പ്രായമുള്ള ഒരാൾ വിവാഹം ചെയ്താലുണ്ടാകുന്ന ആ പ്രായം കുറഞ്ഞ സ്ത്രീക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങളും പ്രശ്നങ്ങളെല്ലാം ആ രൂപത്തിലുള്ള ഒരു ഇമേജ് ലോകത്തിന് നൽകുകയാണ് അതുവഴി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെയും നമ്മൾ ചിന്തിക്കേണ്ടത്, അത്തരത്തിൽ ഒരു വിവാഹം നടന്നാൽ സ്ത്രീക്ക് സഹിക്കേണ്ടി വരുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ അതെന്താണ്, അത് മുഴുവൻ നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുഴുനീള ജീവിതത്തിൽ അവർ അനുഭവിച്ചിരുന്നുവെന്ന് നിങ്ങൾ എത്ര വലിയ മൈക്രോസ്കോപ്പ് വെച്ച് നിങ്ങൾ പരിശോധിച്ചാലും നിങ്ങൾക്ക് ഒന്നുപോലും തെളിയിക്കാൻ സാധ്യമല്ല. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ദാമ്പത്യം അങ്ങേയറ്റം അവർ സന്തോഷവതിയായിരുന്നു. അവർ അത്രയേറെ സന്തോഷത്തോടു കൂടെയാണ് ആ ദാമ്പത്യം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് പങ്കിട്ടത്. തിരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ അങ്ങേയറ്റം സ്നേഹിച്ചു എന്നുള്ള ആ സ്നേഹം സദാസന്ദർഭത്തിൽ ഉറപ്പിക്കാൻ പോലും ആയിഷ റളിയല്ലാഹു അൻഹ പല സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നതായിട്ടും തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചു നോക്കുക, ആ ഒരു സമൂഹം സ്ത്രീകൾ അപമാനാണെന്ന് ജൽപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ജനിച്ചു വീഴുന്ന സ്ത്രീകളെ പച്ചയായിട്ട് കുടിച്ചു മൂടുന്ന ആ ഒരു സംസ്കാരം നിലകൊള്ളുന്ന ആ ഒരു സമൂഹത്തിൽ റസൂലുള്ളാഹിനോട് പരസ്യമായിട്ട് മൻഹബുന്നാസിലേക്ക് താങ്കൾ ജനങ്ങൾക്കിടയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണെന്ന് ചോദിച്ച സന്ദർഭത്തിൽ പരസ്യമായിട്ട് റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേര് പറയുമാർ അത്രയേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ സ്നേഹിച്ചു എന്നുള്ള. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം പോലും ആയിഷ റളിയല്ലാഹു അൻഹ അഭിമാനത്തോടു കൂടെ മറ്റുള്ള ഭാര്യമാർക്കൊന്നും ലഭിക്കാത്ത 9 സൗഭാഗ്യങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അഭിമാനത്തോടു കൂടെ പറയുന്നതിൽ ഒരു കാര്യം, ഞാൻ കന്യകയായിരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി തന്നെ വിവാഹം ചെയ്തു എന്നുള്ള. അത്രയേറെ അവരെ ആ ഒരു വിവാഹ ജീവിതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള ദാമ്പത്യം എല്ലാ തരത്തിലും എല്ലാ അർത്ഥത്തിലും അവർ ആസ്വദിച്ചു എന്നുള്ള. അപ്പോൾ മാനസികമായിട്ട് എല്ലാ അർത്ഥത്തിലും അവർ സന്തോഷിച്ചു എന്ന് മാത്രമല്ല, ഇനി ശാരീരികമായിട്ട് ഈ രൂപത്തിൽ മുതിർന്ന ഒരാൾ ഒരു കുട്ടിയെ പീഡിപ്പിക്കുന്ന ഒരു ചിത്രം, അതാണ് അവർ അതിലൂടെ ലക്ഷ്യമിടുന്നതെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ സ്വഹയായിട്ടുള്ള നിരവധി ഉദ്ധരണികൾ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് നേരെ എന്നല്ല ഒരാളുടെ നേരെയും റസൂലുള്ളാഹി കൈ ഉയർത്തിയിട്ടില്ല എന്നുള്ള. പലപ്പോഴും അതിൻ്റെ നേരെ, അതായത് അവർ ഏത് രൂപത്തിലുള്ള ഒരു ഇമേജാണോ ലോകത്തിന് നൽകാൻ ശ്രമിക്കുന്നത് അതിന് തികച്ചും വിരുദ്ധമായിട്ടുള്ളൊരു ചിത്രമാണ് ആ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല സന്ദർഭത്തിലും ആയിഷ റളിയല്ലാഹു അൻഹ കോപിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് അതിനോട് പ്രതികരിക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഹാറത്തുമ്മുക്കും ആ പ്ലേറ്റ് പൊട്ടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യത്തിലും റസൂലുള്ളാഹിനോട് അതേ രൂപത്തിൽ, അതായത് മത്സരിക്കുന്ന അല്ലെങ്കിൽ അതേ രൂപത്തിൽ സംസാരിക്കുന്ന നിരവധി ചിത്രങ്ങൾ ആ ജീവിതത്തിലുടനീളം കാണാൻ സാധിക്കുമെന്നുള്ള. അത് തന്നെ, അതായത് ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ട് ബന്ധപ്പെട്ട
അതുതന്നെ അവരുടെ ആ മുഴുനീള ജീവിതം തന്നെ നമ്മൾ പറയേണ്ടി വരും. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇനി പ്രധാനമായിട്ട് മറ്റൊന്ന്, വിദ്യാഭ്യാസപരമായിട്ട് അല്ലെങ്കിൽ വളർച്ചയില്ലാത്ത ആണിൻ്റെ കീഴിൽ അവൻ്റെ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റി ആ ഒഴിഞ്ഞു വെച്ച ഒരു ജീവിതം, അതാണ് ഈ ഒരു ഇമേജ് വഴി അവർ മറ്റൊന്ന് നൽകാൻ ശ്രമിക്കുന്നത്. അവിടെയും നമുക്കറിയാം ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വെറും 18 വയസ്സ് മാത്രമാണ് പ്രായം. ഒരുപാട് കാലം പിന്നീട് ജീവിക്കുന്നു. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലം ഹിജ്റ വർഷം 58 ആയിഷ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുന്നത്. 49-50ഓളം വർഷം പിന്നീട് ജീവിക്കുന്നുണ്ട്. ആ വർഷത്തിനിടയിൽ എത്രയെത്ര വിജ്ഞാനമാണ് ആയിഷ റളിയല്ലാഹു അൻഹ മറ്റുള്ള ആളുകൾക്ക് പകർന്നു. സ്വഹാബികളിൽപ്പെട്ട നിരവധി പ്രഗത്ഭരായിട്ടുള്ള 70ഓളം ആളുകൾ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും വിജ്ഞാനം നേടിയ ആളുകളായിരുന്നു. ചില പണ്ഡിതന്മാർ, അതായത് നമ്മുടെ ദീനിൻ്റെ നല്ലൊരു ഭാഗം, 1/3 ഭാഗം, പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു ഭാഗം, മുഴുനീള ഭാഗവും നമുക്ക് ലഭിച്ചത് പത്നിയായിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹയിലൂടെയാണ്. അതുതന്നെ ആയിഷ റളിയല്ലാഹു അൻഹയെ അത്രയും ചെറിയൊരു പ്രായത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാനുള്ള കാരണം വളരെ വ്യക്തമായിട്ട് അതെല്ലാം വിളിച്ചോതുന്നുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള മറുപടി അതിലൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൻ സീറയിൽ റസൂലുള്ളാഹിൻ്റെ വഹീൻ്റെ ആരംഭം, സ്വഹീൽ ബുഖാരിയിലുള്ള ആദ്യത്തെ അധ്യായം ബദഉൽ വഹീ, അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്ധരണി ആയിഷ റളിയല്ലാഹു അൻഹയാണ് നൽകുന്നത്. ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്കറിയാം മക്കീ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിൻ്റെ കൂടെയില്ല, പക്ഷേ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ചോദിച്ചറിഞ്ഞ് ആ ജീവിതത്തിൻ്റെ ഭാഗങ്ങളെല്ലാം നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുമായിട്ട് ബന്ധപ്പെട്ട ഉദ്ധരണികളെല്ലാം ആയിഷ റളിയല്ലാഹു അൻഹയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിൻ്റെ ആ ജീവിതം, മുഴുനീള ജീവിതം റസൂലുള്ളാഹിൻ്റെ കൂടെ നിന്ന് അത് ഒപ്പിയെടുത്ത് പിന്നീട് ആ ലോകത്തിലേക്ക് നൽകിയത് ആയിഷ റളിയല്ലാഹു അൻഹയിലൂടെയാണ്. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിഷ റളിയല്ലാഹു അൻഹ ചെറിയ പ്രായത്തിൽ തന്നെ റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിലേക്ക് നൽകിയത്. ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത വനിത, 2000-ലധികം, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2210ഓളം ഹദീസുകൾ. അതും ചിന്തിച്ചു നോക്കണം, ഇത്രയും ഹദീസുകൾ അവരുദ്ധരിക്കുന്നത് കേവലം 9 വർഷത്തെ ആ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഇത്രയേറെ കാര്യങ്ങൾ പഠിച്ചെടുത്ത് 2000-ലധികം ഹദീസുകൾ അവർ നമുക്ക് വേണ്ടി പകർന്നു തന്നതല്ല. ചിന്തിച്ചു നോക്കുക, സുബ്ഹാനല്ലാഹ്. അതല്ലാത്ത മറ്റു നിരവധി പ്രധാനപ്പെട്ട ഹദീസ് നിവേദകർ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്പർ 1, അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും, അവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ ഒന്നാമതായിട്ട് അവർ പുരുഷന്മാരാണ്. അത് മാത്രമല്ല, അവർ പല ആളുകളും ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷവും ജീവിച്ച ആളുകളാണ്. അവർ സ്ത്രീകളുടെ ആ പരിമിതികളിലല്ല മറ്റു പല സ്ഥലത്തേക്ക് സഞ്ചരിക്കാനും അതേ രൂപത്തിലുള്ള നിരവധി സൗകര്യങ്ങളുണ്ട്. അതെല്ലാം ഉണ്ടായിട്ടും ആയിഷ റളിയല്ലാഹു അൻഹ ഒരു സ്ത്രീയായിട്ട് പോലും ഇത്രയേറെ ഹദീസ് ഉദ്ധരിച്ചു. അതെല്ലാം അവരുടെ ആ ഒരു സാമർത്ഥ്യം അല്ലെങ്കിൽ വിജ്ഞാനത്തോടുള്ള അവരുടെ ആ ഒരു താല്പര്യം, അതെല്ലാം വളരെ കൃത്യമായിട്ട് കാണിച്ചിരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് അങ്ങേയറ്റം ബുദ്ധിമതിയായിട്ടുള്ള അല്ലെങ്കിൽ അപാരമായിട്ടുള്ള ഓർമ്മശക്തിയുള്ള ഒരു വനിതയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. ഏത് കാര്യവും നമുക്കറിയാം, റസൂലുള്ളാഹിന്റെ സീറ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏതൊരു കാര്യവും യാതൊരു മടിയും കൂടാതെ ചോദിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു പ്രകൃതം ആയിഷ റളിയല്ലാഹു അൻഹയിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ള. ഒരുപക്ഷേ റസൂലുള്ളാഹി ഇതേ കാര്യം സ്വഹാബത്തിനിടയിൽ പള്ളിയിൽ പറയുന്ന സന്ദർഭത്തിൽ അവർക്ക് പോലും ചോദിക്കാൻ മടിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുന്ന കാര്യങ്ങളെല്ലാം വളരെ ഓപ്പണായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ജീവിതകാലത്ത് ചോദിച്ച് അത്രയേറെ അറിവ് സമ്പാദിച്ചു എന്നുള്ള. അക്കാലഘട്ടത്തിലുള്ള സ്വഹാബികൾ, അതായത് റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം അക്കാലഘട്ടത്തിലുള്ള സ്വഹാബികൾ ഏതൊരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നാലും അവർ ആയിഷ റളിയല്ലാഹു അൻഹയെ സമീപിക്കും. അവരിലൂടെ അതിനൊരു പരിഹാരം ലഭിച്ചിരുന്നു എന്നുള്ള. ഇമാം സുഹരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, കാനത്ത് ആയിഷ അലമുന്നാസ്, അതായത് ജനങ്ങൾക്കിടയിൽ ഏറ്റവും ഇൽമുള്ള അല്ലെങ്കിൽ അറിവുള്ള ആളായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. ഇമാം സുഹരി പറയാണ്. അതുമാത്രമല്ല, അദ്ദേഹം പറയുന്നുണ്ട്, അതായത് മൊത്തം ആളുകളുടെയും റസൂലുള്ളാഹിൻ്റെ ഇതര പത്നിമാരുടെയും അറിവ് ഒരു തട്ടിലും മറ്റൊരു തട്ടിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അറിവും വെച്ചാൽ അതിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അറിവിനായിരുന്നു മുൻതൂക്കം. അത്രയേറെ അറിവ് അവർ സ്വായത്താക്കിയിരുന്നു. സ്വഹാബികളിൽ പ്രമുഖരായിട്ടുള്ള ആളുകൾ പോലും അവരോട് ചോദിച്ച് പഠിച്ചിരുന്നു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ ഉർവ ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, നമുക്കറിയാം ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഒരുവിധം ഉദ്ധരണികളെല്ലാം ഉർവ വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഉർവ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, ഹാക്കിം ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നുണ്ട്, മാ റഅയ്തു അഹദൻ അലമു ബിൽ ഹലാലി വൽ ഹറാം വശിഅരി വതിബ്ബി മിൻ ആയിഷ, അതായത് ആയിഷ റളിയല്ലാഹു അൻഹയേക്കാൾ ഹറാം ഹലാൽ വിഷയത്തിൽ അറിവുള്ള, അതേപോലെ തന്നെ കവിതയിലും വൈദ്യത്തിലും, അതായത് തിബ്ബ്, അതായത് വൈദ്യത്തിലെല്ലാം
ആയിഷ റളിയല്ലാഹു അൻഹയേക്കാൾ അറിവുള്ള മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ഉർവ ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്. സുബ്ഹാനല്ലാഹ്. അതിൽ മാത്രമായിരുന്നില്ല, മറ്റു റിപ്പോർട്ടുകളിൽ ആയിഷ റളിയല്ലാഹു അൻഹ നല്ലൊരു നെസാബ്, അതായത് ജീനിയോളജി, ആ വംശപരമ്പരയെ സംബന്ധിച്ച് ഇൽമുൽ അൻസാബിനെ സംബന്ധിച്ചും ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. അത് അവരുടെ പിതാവിനെയാണ് കാണിച്ചിരുന്നത്. നമുക്കറിയാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അദ്ദേഹത്തിൻ്റെ എക്സ്പേർട്ട് മേഖലയായിരുന്നു ഇൽമുൽ അൻസാബ്. റസൂലുള്ളാഹ് ഏത് സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഗോത്രത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിലെല്ലാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൂടെ കൂട്ടിയതെല്ലാം നേരത്തെ നമ്മൾ സീറയിൽ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ അവിടെ മാത്രം ഒതുങ്ങുന്നില്ല, പരിശുദ്ധ ഖുർആനിലും അഗാധമായിട്ടുള്ള പാണ്ഡിത്യം, ഹാഫിളയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. പ്രഗത്ഭരായിട്ടുള്ള നിരവധി സ്വഹാബികളെ റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം പ്രഗത്ഭരായിട്ടുള്ള പല സ്വഹാബികളുടെ നിലപാടുകളെയും വീക്ഷണങ്ങളെയെല്ലാം ചോദ്യം ചെയ്ത് അവരെ തിരുത്തിയതായിട്ട് കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ ഇമാം അസ്സറഖശി റഹിമഹുല്ലാ അദ്ദേഹം അത്തരത്തിലുള്ള സംഭവങ്ങൾ മാത്രം, അതായത് ആയിഷ റളിയല്ലാഹു അൻഹ അക്കാലഘട്ടത്തിലുള്ള പ്രഗത്ഭരായിട്ടുള്ള സ്വഹാബികളെ തിരുത്തിയതായിട്ടുള്ള അവരുടെ ആ വീക്ഷണങ്ങൾ മാത്രം കോർത്തിണക്കിക്കൊണ്ടുള്ള ഗ്രന്ഥരചനകൾ നടത്തിയതായിട്ട് കാണാൻ സാധിക്കും. അൽ ഇജാബ മസ്തദറക്കത്തു ആയിഷ അല സ്വഹാബ എന്ന പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം. ആയിഷ റളിയല്ലാഹു അൻഹ ആ രൂപത്തിൽ അവരെ തിരുത്തിയ സംഭവങ്ങൾ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. അത്രയേറെ, ഞാനിതെല്ലാം പറയാനുള്ള കാരണം അത്രയേറെ അറിവിൻ്റെ കാര്യത്തിൽ അവർ ഉന്നതിയിലെത്തിയിരുന്നു, അത്രയേറെ അറിവ് അവർ സമ്പാദിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പം അവിടെയും വിമർശകരായിട്ടുള്ള ആളുകൾ അതായത് ഈ ഒരു ഇമേജ് നൽകുക പടി അവരെന്താണോ ഉദ്ദേശിക്കുന്നത്, അതും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതം അതിന് നേരെ എതിരായിട്ടാണ് നമ്മൾ കാണുന്നത്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ചിത്രമാണ് മുഴുനീള ജീവിതം കാണിച്ചു തരുന്നത്. ലോകത്തെ ഏതൊരു ദമ്പതികളും കൊതിക്കുന്ന രൂപത്തിലുള്ള സ്നേഹസമ്പൂർണമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതമാണ് ആയിഷ റളിയല്ലാഹു അൻഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ സാധിക്കുന്നത്. എത്രയോ അവർ തമ്മിലുള്ള ആ ഊഷ്മളമായിട്ടുള്ള സ്നേഹബന്ധത്തിന് നിരവധി ഉദാഹരണങ്ങൾ ഇൻഷാ അല്ലാഹ് സീറയ്ക്ക് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ ബയോഗ്രഫി മാത്രം അതന്നെ ഒരു 2-3 മണിക്കൂർ വിശദീകരിക്കാനുണ്ട്. അത് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ മനസ്സിലാകും എത്രത്തോളം സ്നേഹത്തോടു കൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയും ജീവിച്ചതെന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പം എന്തെങ്കിലും, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദാമ്പത്യ ജീവിതവുമായിട്ട് ആ ജീവിതകാലത്ത് അതിനെ സംബന്ധിച്ച്, ആ ജീവിതത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അതിർത്തി അവർക്കുണ്ടായിരുന്നെങ്കിൽ റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷവും 40-ലധികം വർഷം അവർ ജീവിക്കുന്നുണ്ട്, ഒരിക്കൽ പോലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് അവർ പറഞ്ഞിട്ടില്ല എന്ന് മാത്രം, റസൂലുള്ളാഹിനെ സംബന്ധിച്ച് നല്ലത് പറയാൻ അവർക്ക് 100 അത്രയേറെ ആ 9 വർഷത്തെ ആ ദാമ്പത്യ ജീവിതത്തിലൂടെ അവർ ആസ്വദിച്ചു എന്നുള്ള. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പിൻകാലഘട്ടത്ത് ആയിഷ റളിയല്ലാഹു അൻഹയോട് വന്നിട്ട് ചില ആളുകൾ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് ചോദിച്ച സന്ദർഭത്തിൽ കാന ഖുലുഖുൽ ഖുർആൻ, അതായത് റസൂലുള്ളാഹിൻ്റെ സ്വഭാവം അത് ഖുർആനായിരുന്നു, റസൂലുള്ളാഹി നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അഹ്സനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഏറ്റവും നല്ലവനായിരുന്നു എന്നെല്ലാം ആയിഷ റളിയല്ലാഹു അൻഹ പിൻകാലഘട്ടത്ത് മറുപടി പറയുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നുള്ള. എത്രത്തോളം എന്ന് വെച്ചാൽ ആ റസൂലുള്ളാഹിൻ്റെ 40ഓളം വർഷം അതിനുശേഷം റസൂലുള്ളാഹിൻ്റെ കൂടെ, റസൂലുള്ളാഹിൻ്റെ അടുത്ത് തന്നെ അന്ത്യവിശ്രമം കൊള്ളാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങേയറ്റം ആഗ്രഹിച്ച ഒരു ചരിത്രം കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പള്ളിയിൽ കുത്തേറ്റ് കിടക്കുന്ന സന്ദർഭത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുന്നുണ്ട്. അതായത് റസൂലുള്ളാഹിൻ്റെ അടുത്ത് ആ ഖബർ അവിടെ കുഴിക്കാൻ വേണ്ടി സമ്മതം ചോദിക്കാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് മകനെ പറഞ്ഞയച്ച സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അത് എനിക്ക് വേണ്ടി മാറ്റിവെച്ച സ്ഥലമായിരുന്നു. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിൻ്റെ ആ പ്രവാചകൻ്റെ അടുത്ത് അന്ത്യവിശ്രമം കൊള്ളാൻ പോലും ആഗ്രഹിക്കുന്ന ഒരു യുവതി, അത്രയേറെ ആയിഷ റളിയല്ലാഹു അൻഹ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഉമർ ചോദിച്ചത് കാരണം ആ സ്ഥലം നൽകിയ ചരിത്രമാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ രൂപത്തിലായിരുന്നു അവരുടെ ജീവിതം. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ആ ജീവിതം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ വിമർശകരിലേക്ക് നോക്കുന്ന സന്ദർഭത്തിൽ ബോധ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വിമർശിക്കുന്ന ഒരാളും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെയും ജീവിതം അവരൊരിക്കൽ പോലും അടുത്തറിയാൻ അവർ ശ്രമിച്ചിട്ടുണ്ടാവില്ല. അവരാ വിവാഹം അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ എഴുതി കൊടുക്കുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന ആ ഒരു പ്രായം മാത്രം അല്ലെങ്കിൽ ആ ഒരു വിമർശനം മാത്രമാണ് അവർ കാണാൻ ശ്രമിക്കുന്നത്. ആദ്യം അവരുടെ ആ രൂപത്തിലുള്ള മനസാക്ഷി മാറ്റി ആത്മാർത്ഥമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഏതൊരാളും പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു സത്യം ബോധ്യപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. അത് എല്ലാ കാര്യത്തിലും അങ്ങനെ. ഇപ്പോൾ ഭീകരവാദമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതേ രൂപത്തിലുള്ള ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിക്രൂരനായിട്ടെല്ലാം ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകളും അവരും സീറയിൽ നിന്നും അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ മാത്രം അടർത്തിയെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ആ രൂപത്തിൽ തീർച്ചയായിട്ടും ഒരു ഇമേജ് ഉണ്ടാക്കി തീർക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ സീറയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അതിശക്തമായിട്ടുള്ള കഠിനമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിച്ച അപൂർവം സന്ദർഭങ്ങളുണ്ട്. അത് സ്വാഭാവികമാണ്. ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് ചില സന്ദർഭത്തിൽ ആ രൂപത്തിലുള്ള സമീപനം വേണ്ടി വരും. അത് എക്സെപ്ഷൻ മാത്രമാണ്. ഡീഫോൾട്ട് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യം കാണിച്ചതാണ്. ഈ എക്സെപ്ഷൻ മാത്രം പെറുക്കിയെടുത്തിട്ട് അത് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഇമേജ് ഉണ്ടാക്കാൻ അവർക്ക് എളുപ്പമാണ്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്രൂരനായിട്ട് ചിത്രീകരിക്കുക വഴി യഥാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവർ പ്രതിഫലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ തന്നെ മനസ്സാണ്. അതായത് വാളേന്തിയ മനസ്സുള്ള ആളുകൾ, അവർ വാളേന്തിയ ഒരു പ്രവാചകനെ അവർ ആ രൂപത്തിൽ കാണുന്നത് അത് അവരുടെ മനസ്സിൻ്റെ കുഴപ്പമാണ്. യഥാർത്ഥത്തിൽ ആ രൂപത്തിലല്ല ജനറൽ, അതേ രൂപത്തിൽ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ സംഭവിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള ആ ദാമ്പത്യ ജീവിതം ഒരിക്കൽ പോലും അടുത്തറിയാൻ ശ്രമിക്കാത്ത വിമർശകരായിട്ടുള്ള ആളുകളാണ് ഈ ഒരു ആരോപണം പലപ്പോഴും വലിയ സംഭവമായിട്ട് ഉന്നയിക്കുന്നത്. പറയുന്ന സന്ദർഭത്തിൽ ഓർക്കുന്നത് അമേരിക്കയിലെ പ്രഗത്ഭനായിട്ടുള്ളൊരു ഇസ്ലാമിക പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലുള്ള ഒരു അനുഭവം അദ്ദേഹം കുറിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ ഫ്ലോറിഡ യൂണിവേഴ്സിറ്റിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള ഒരു പ്രബന്ധം അവതരിപ്പിച്ചതിന് ശേഷം അദ്ദേഹം ആ സദസ്സിൽ വിട്ടു പോകുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു സ്റ്റുഡൻറ്റ്, ഒരു വിദ്യാർത്ഥിനി വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ആ പ്രഭാഷണം ഞാൻ കേട്ടത് മാത്രമല്ല, ഇസ്ലാമിനെ ഒരുപാട് കാലമായിട്ട് ഞാൻ പഠിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു, ഇസ്ലാമിനെ അങ്ങേയറ്റം ഞാൻ ആദരിക്കുന്നുണ്ട്. എല്ലാ കാര്യവും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ കർമ്മപരമായിട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അതെല്ലാം എനിക്ക് 100% സ്വീകാര്യയോഗ്യമാണ്. അത് ബുദ്ധിക്ക് നിരക്കുന്നതാണ്. പക്ഷേ എന്നെ ഇസ്ലാം സ്വീകരിക്കാൻ എനിക്ക് ഏക തടസ്സം ഒരേ ഒരു വിമർശനം മാത്രമാണ്. എന്നിട്ട് അവർ പറഞ്ഞതും ഈ കാര്യമാണ്, ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം അതൊരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ള. ഉടനെ തന്നെ ആ പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ആ സ്ത്രീ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിനിയോട് അദ്ദേഹം തിരിച്ചു ചോദിച്ചു, എന്നെങ്കിലും നിങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ വ്യക്തി ജീവിതത്തെ അടുത്തറിയാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്? അവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള ആ ദാമ്പത്യ ജീവിതത്തെ ആഴത്തിൽ എങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പഠന വിധേയമാക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? അതായിരുന്നു ചോദ്യം. അവർ സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞു, ഇല്ല, ആ രൂപത്തിൽ ഞാൻ പഠിച്ചിട്ടില്ല. ഉടനെ തന്നെ പണ്ഡിതൻ അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില ഗ്രന്ഥങ്ങൾ അവർക്ക് നൽകി. ഒരല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പറയാണ്, ഈ സ്ത്രീ ആ ഗ്രന്ഥങ്ങൾ വായിച്ചു, ഒരു തവണയല്ല നിരവധി തവണ വായിച്ച് പിന്നീട് ഈ പണ്ഡിതൻ്റെ അടുത്ത് വന്നിട്ട് തന്നെ അവർ ഷഹാദത്ത് ചൊല്ലിയെന്ന് മാത്രമല്ല, അവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് അവർക്കുണ്ടായ ആദ്യത്തെ കുഞ്ഞിന് അവർ ആയിഷ എന്ന് റളിയല്ലാഹു അൻഹ ഒരു പേരും നൽകി എന്നുള്ള അത്രയേറെ ആ ഒരു വ്യക്തിത്വം അവരെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അടുത്തറിയാൻ ശ്രമിച്ച സന്ദർഭത്തിൽ ആ മുഴുനീള ചിത്രം അത് അടിമേലെ മറിയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും ആ രൂപത്തിലുള്ളൊരു സമീപനമാണ് വിമർശകർ പല സന്ദർഭത്തിലും ഈ ഒരു വിഷയത്തിൽ സമീപിക്കാറുള്ളത്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ, ഇത്രയേറെ ഒരു വിഷയം നമ്മൾ വിശദീകരിച്ചതിൻ്റെ പിന്നിൽ അതിൻ്റെ അർത്ഥം ലോകത്തുള്ള എല്ലാ ആളുകളും ഇതേ രൂപത്തിൽ വിവാഹം കഴിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വിശദീകരിച്ചത്. ഒന്നാമതായിട്ടത് ഞാൻ പറഞ്ഞു, അതിൻ്റെ വസ്തുതകൾ നാം പറഞ്ഞു. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹ ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ വിവാഹ ജീവിതത്തിൽ എല്ലാ രൂപത്തിലുള്ള വിവാഹ ജീവിതത്തിനും റസൂലുള്ളാഹിൻ്റെ ആ ജീവിതത്തിൽ മാതൃക കാണാൻ സാധിക്കുന്നുള്ളൂ. ആ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്വത്തുൻ ഹസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുള്ളത്. റസൂലുള്ളാഹി ആദ്യം വിവാഹം കഴിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ പ്രായമുള്ള സ്ത്രീയാണ്. അതിനുശേഷം രണ്ടാമത് സൗദ റളിയല്ലാഹു അൻഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ പ്രായം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, റസൂലുള്ളാഹി അധികവും വിവാഹം കഴിച്ചത് കന്യകളായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ പ്രായമുള്ള വിധവകളെയാണ്. കന്യകയായിട്ട് വിവാഹം കഴിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമാണ്. അതിനർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് അതേപടി ചെയ്യണമെന്നാണെങ്കിൽ ലോകത്തുള്ള മുസ്ലിങ്ങൾ മുഴുവൻ അവരേക്കാൾ പ്രായമുള്ള വിധവകളായിട്ടുള്ള ആളുകളെ വിവാഹം കഴിക്കണം എന്നാണല്ലോ അർത്ഥം. ആ രൂപത്തിലല്ലല്ലോ കാണുന്നത്. അതേ രൂപത്തിൽ തന്നെയാണ് ഈ ഒരു വിഷയത്തിലും ആ പ്രായം കുറഞ്ഞ കന്യകകളെ വിവാഹം കഴിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മാതൃകയുണ്ട്. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള ദാമ്പത്യം. അവരെ ആ രൂപത്തിൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവരുമായിട്ട് ഏത് രൂപത്തിലാണ് അല്ലെങ്കിൽ അവരുമായിട്ട് ഏത് രൂപത്തിലാണ് പെരുമാറേണ്ടത്, ഏത് രൂപത്തിലായിരിക്കണം ദാമ്പത്യം, അതും റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ മാതൃകയാണ്. ഏറ്റവും പ്രായം കൂടി ആ മാക്സിമം അതിലും മാതൃകയുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ അതിനും റസൂലുള്ളാഹിൻ്റെ ആ ദാമ്പത്യ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലേക്കും വേണ്ട കൃത്യമായിട്ടുള്ള മാർഗദർശനം റസൂലുള്ളാഹിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുമെന്നുള്ള. സുബ്ഹാനല്ലാഹ്. ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. സുബ്ഹാനല്ലാഹ്. അതായത് വിവാഹ പ്രായമായിട്ട് ബന്ധപ്പെട്ടും നേരത്തെ പറഞ്ഞ, അതായത് വിവാഹം അത് ഓപ്പണാക്കി വെച്ചു എന്നുള്ളതാണ്. ഏറ്റവും മാനവികമായിട്ടുള്ള ഒരു നിലപാടും അത് തന്നെയാണ്.
അതായത് നിങ്ങൾ ജീവിക്കുന്ന ആ ഒരു കൾച്ചർ, ആ ഒരു സമൂഹം, അതിനനുസരിച്ച് വ്യക്തിപരമായിട്ട് നിങ്ങൾക്കത് തീരുമാനിക്കുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ രൂപത്തിൽ ഓപ്പണാക്കി വെക്കാനുള്ള കാരണം ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ പോയിൻ്റ് എല്ലാം നിങ്ങൾ ചേർത്ത് വെച്ച് ചിന്തിക്കുക. അത് കാലങ്ങൾക്കനുസരിച്ച് അത് മാറ്റി നിർവചിക്കപ്പെടുക എന്നുള്ളതാണ്. 7-ാം നൂറ്റാണ്ടിൽ ആ സാമൂഹിക പരിസ്ഥിതി അത് ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതില്ല. ഇന്ന് ഏത് രൂപത്തിലുള്ള ഒരു സാമൂഹിക സാഹചര്യത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ വിവാഹവും അതേപോലെ തന്നെ വിവാഹപ്രായം എല്ലാം തിരഞ്ഞെടുക്കുക എന്നുള്ളത്, അതിനുള്ള സ്വാതന്ത്ര്യം അത് ഓപ്പണാക്കി വെക്കുക വഴി ഇസ്ലാം ലോകത്തുള്ള ആളുകൾക്ക് നൽകിയെന്നുള്ള സുബ്ഹാനല്ലാഹ്. അത് മറ്റുള്ള കാര്യത്തിലും അങ്ങനെയാണ്. ഇപ്പോൾ 7-ാം നൂറ്റാണ്ടിൽ അവരുടെ വാഹന സൗകര്യങ്ങൾ, ഒട്ടകപ്പുറത്താണ് അവർ യാത്ര ചെയ്തത്, അതേപോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമായിരുന്നു. അതൊന്നും നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ അനുകരിക്കുന്നില്ല. അതേ രൂപത്തിലാണ് ഈ ഒരു കാര്യത്തിലുള്ളത്. നമ്മൾ ജീവിക്കുന്ന ആ സമൂഹത്തിൽ അവിടെയുള്ള നിയമങ്ങളെ അല്ലെങ്കിൽ അവിടെയുള്ള കൾച്ചറിനെ നമ്മൾ പിൻപറ്റുക എന്നുള്ളത് അതിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് സിയാബ് ഷുഹർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ ഏത് ഒരു നാട്ടിലാണോ നിങ്ങൾ ജീവിക്കുന്നത് ആ നാട്ടുകാരുടെ വസ്ത്രമാണ് നിങ്ങൾ ധരിക്കേണ്ടത്, അതാണ് സുന്നത്ത്. പണ്ഡിതന്മാർ ആ രൂപത്തിലാണ് അതിനെ വിശദീകരിക്കുന്നത്. ആ നാട്ടുകാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കൾച്ചറിന് യോജിക്കാത്ത ഒരു വസ്ത്രമല്ല നിങ്ങൾ സ്വീകരിക്കുന്നത്. നിങ്ങൾ ആ രൂപത്തിൽ വ്യത്യസ്തനാകാനല്ല ശ്രമിക്കേണ്ടത്. നിങ്ങൾ ആ കൾച്ചറിനോട് അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തോട് ഇടകിയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. പ്രത്യേകമായിട്ട് അടിവരയിടുക, അതായത് ഇസ്ലാമിന് യോജിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. അതായത് ഹറാമായിട്ടുള്ള വസ്ത്രം, ഔറത്ത് മറയാത്ത വസ്ത്രം ധരിക്കണം എന്നല്ല മനസ്സിലാക്കേണ്ടത്. അത് ഹലാലായിട്ടുള്ള വസ്ത്രമാണെങ്കിൽ ഏത് രൂപത്തിലാണോ നിങ്ങളുടെ സമൂഹത്തിലുള്ള ആളുകൾ ധരിക്കുന്നത് ആ വസ്ത്രമാണ് നിങ്ങൾ ധരിക്കേണ്ടത്. അവിടെയും സ്ത്രീയെ സംബന്ധിച്ച് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം മനസ്സിൽ ഓർമ്മ വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുന്ന ലിബാസുല്ലഹും, സ്ത്രീയെ അവർ വസ്ത്രമാണെന്നെല്ലാം പരിശുദ്ധ ഖുർആനിൽ ഉപമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുമെന്നുള്ള. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്തിലുടനീളം റസൂലുള്ളാഹിൻ്റെ മുന്നിൽ ഒരു പ്രത്യേക രൂപത്തിൽ അവർ കഴിക്കാത്ത ഒരു ഭക്ഷണം റസൂലുള്ളാഹിൻ്റെ മുന്നിൽ വെച്ച സന്ദർഭത്തിൽ സ്വഹീൽ ബുഖാരിയിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി അത് കഴിക്കുന്നില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നഹു ലൈസ മിൻ തുആമി ഖൗമി, ഇത് എൻ്റെ നാട്ടുകാരുടെ ഭക്ഷണമല്ല. റസൂലുള്ളാഹി അത് കഴിക്കുന്നില്ല, അതേ സന്ദർഭത്തിൽ അതിനെ വരക്കുന്നില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, വീണ്ടും റസൂലുള്ളാഹി സ്വഹീൽ ബുഖാരി തന്നെ നമ്മൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ആ കഅബയുടെ വാതിലുമായിട്ട് ബന്ധപ്പെട്ട ആ സംഭവം, ഞാൻ നേരത്തെ കഅബാലയത്തിൻ്റെ പുനർനിർമ്മാണം ആ ഒരു എപ്പിസോഡിൽ വിശദമായിട്ട് സൂചിപ്പിച്ചതാണ്. കഅബാലയത്തിൻ്റെ വാതിൽ അത് ഇന്ന് നമ്മൾ ഉയരത്തിലാണ് കാണുന്നത്. അത് താഴെയാക്കാൻ വേണ്ടി റസൂലുള്ളാഹി അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു. അത് ഹലാലായിട്ടുള്ള കാര്യമാണ്, റസൂലുള്ളാഹിക്ക് അങ്ങേയറ്റം ആഗ്രഹമുണ്ട്. പക്ഷേ എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, ആ സമൂഹത്തിനെ മാനിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പ്രവൃത്തി ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ആ സമൂഹത്തിൽ അവിടുത്തെ ആ കൾച്ചർ അത് ദീനിന് എതിരല്ലാത്ത കാലത്തോളം ആ കൾച്ചർ സ്വീകരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളതാണ്. ആ ഒരു കാര്യം ഈ ഒരു വിഷയത്തിലും, അതായത് ഏതൊരു സമൂഹത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്, ഏതൊരു കാലത്തിലാണോ ജീവിക്കുന്നത്, ആ നാട്ടിലെ നിയമങ്ങൾ, അവിടെ വിവാഹപ്രായം 18 ആണെങ്കിൽ ആ അതനുസരിച്ച് വിവാഹം കഴിക്കുക. അതല്ലാതെ 9 വയസ്സിൽ വിവാഹം കഴിക്കണമെന്ന് വാശി പിടിക്കാൻ വേണ്ടിയല്ല ഇത്രയും നേരം വിശദീകരിച്ചത്. പ്രായപൂർത്തി എത്തിയാൽ തീർച്ചയായിട്ടും പ്രായപൂർത്തിയാണ് മിനിമം മാനദണ്ഡം. അത് എത്തിയാൽ ഒരാൾക്ക് വിവാഹത്തെ സംബന്ധിച്ച് ചിന്തിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് യുവാക്കളായിട്ടുള്ള ആളുകളോട് മനിസ്തതഅ മിൻകുമുൽ ബാ ഫലിയതസവ്വജ് റസൂലുള്ളാഹി പറയുന്നുണ്ട്, യുവാക്കളെ നിങ്ങൾ പ്രായപൂർത്തി എത്തിയാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ വിവാഹം കഴിക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, എല്ലാ അർത്ഥത്തിലും തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫിത്നയാൽ വലയം ചെയ്യപ്പെട്ട ഈ ഒരു സമൂഹത്തിൽ ഏറ്റവും നല്ലത് നമ്മുടെ ലൈംഗിക അവയവങ്ങളെ, നമ്മുടെ കാഴ്ചയെല്ലാം നിയന്ത്രിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതും അതുതന്നെയാണ്. അത് യുവാക്കളായിട്ടുള്ള ആളുകൾക്ക് വിശദീകരിച്ച് തരേണ്ടതില്ല. അപ്പോൾ അത് ഓപ്പണാക്കി ഇസ്ലാം വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം ഹിജ്റ വർഷം 1 ശവ്വാൽ മാസം അവിടെ നടന്നു. അതാണ് നമ്മൾ ഇത്രയും നേരം അതിൻ്റെ രത്ന ചുരുക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള ആ ദാമ്പത്യ ജീവിതം അവിടെ ആരംഭിക്കുകയാണ്. അങ്ങനെ മദീന അധ്യായം തുടരുകയാണ്. ഹിജ്റ 1-ാം വർഷം കഴിഞ്ഞ് ഹിജ്റ 2-ാം വർഷത്തിലേക്ക് കടക്കാണ്. വളരെ പ്രധാനപ്പെട്ട നിരവധി കൽപ്പനകളാണ് ഹിജ്റ 2-ാം വർഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. എന്തായിരുന്നു ആ കൽപ്പനകൾ? ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള അടുത്ത ഭാഗത്ത് നമുക്ക് വിശദമായിട്ട് പരാമർശിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിൻ്റെ ജീവിതം അടുത്തറിയാനും ആ ജീവിതം കഴിയുന്നത്ര അത് പിൻപറ്റാനും നാളെ മരണാന്തര ജീവിതത്തിൽ അവരോടൊപ്പം തന്നെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.